പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴെല്ലാവരും പറയണു കുട്ടപ്പൻ എന്നല്ല പറഞ്ഞേ, കുട്ടപ്പൻ്റെ കത്തിക്കയായി. മനസ്സിലായില്ലേ? കത്തിക്കയായി വേഗം വന്നാൽ കാണുന്നു. അരമണിക്കൂർ കൊണ്ടത് എൻ്റെ നയിപ്പ് ഇതാണ്. അപ്പം ഇനി എൻ്റേത് എന്ന് ആലോചിക്കാം, അതെന്താണ് എൻ്റേത് എന്നുള്ളത് ഇതിൽ തന്നെ മനസ്സിലായിക്കോളും. നമ്മൾ ഉപയോഗിച്ച പലതും എൻ്റേതായിട്ട് നമ്മൾ കൽപ്പിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഉപയോഗത്തിന് മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും നമ്മളത് എപ്പോഴും വെറുതെ അണ്ണസൊസിൽ ഒരു എൻ്റെ തൂക്കിയുണ്ട്. അത് നിങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? എന്നാലും നമുക്കത് ഇടയ്ക്ക് പറയണം. എൻ്റെ ചെരുപ്പ്, എൻ്റെ പെണ്ണ്, എൻ്റെ തലയിൽ കുത്തുന്ന ക്ലിപ്പ്. ഈ എൻ്റെ എന്നുള്ളത് എന്താണ്? അത് ഈ ഇന്ദ്രിയങ്ങൾ അത്രയും ഇതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോയി. എൻ്റെ ആ ഒരു ഏരിയ വർദ്ധിപ്പിക്കാം. എത്രയോ ദൂരത്ത് വാങ്ങി വെച്ചിട്ടുള്ള വീട്ടിൻ്റെ താക്കോൽ ഇവിടെയുണ്ട്. അപ്പം തന്നെ ഒരു സമാധാനം ഉണ്ട്. എൻ്റെ വീടിൻ്റെ താക്കോൽ വേറെ ഇപ്പോൾ വീട് ചുമന്ന് കൊണ്ടുപോകുന്നു വേണ്ട, ഒറ്റ താക്കോൽ മതി. അതെല്ലാം കൃത്യമായി. താക്കോൽ പോയി കഴിഞ്ഞെല്ലാം പോയി. അപ്പം എൻ്റേത് എന്നുള്ളത് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചതാണ്, സമ്പത്തുകളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതൊക്കെയാണ് ഭൗതിക ജീവിതത്തിലെ വ്യവഹാര സമ്പത്തുകളാണ് ഇതൊക്കെ. അത് പലതും ഉണ്ട്. എൻ്റെ ബുദ്ധി, എൻ്റെ സൗന്ദര്യം, എൻ്റെ പൈസ, എൻ്റെ യോഗം, എൻ്റെ തപസ്, എൻ്റെ ശക്തി. കേൾക്കാറില്ല? അപ്പം എല്ലാ സമ്പത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശരീരം ഇവിടെ വ്യവഹരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണദോഷങ്ങൾ ഉണ്ടാവുന്നതാണ്. ആ ഗുണങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇതേ ഒരു എൻ്റേത് എന്ന് തോന്നുന്നത്. അപ്പോൾ ഈ എൻ്റേത് എന്ന് തോന്നുന്നതും ഞാനെന്നുള്ളതും നമുക്ക് മാറ്റാനും പറ്റില്ല. കാരണം എന്തേ? അത് രണ്ടും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഞാനെന്നുള്ളത് ഈശ്വരനാണ്. തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഇതിനു വേണ്ടിയിട്ടാണ് യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ. ഇങ്ങനെ നിരന്തരം ഇത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ഭഗവാനാവും ഞാൻ എന്നുള്ളതിൻ്റെ ആ ഒരു ബോധം. ഇതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒന്ന് തിരിച്ചറിയാനാണ് ആദ്യം എന്ത് വേണ്ടത്? നല്ലതുപോലെ തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേപരം നിരന്തരം സ്വയം ജ്യോതിരാത്മാനം അഖണ്ഡിതം. ഇവിടെ എന്താ ഈ തിരുത്തു വരുത്തേണ്ടത്? ഈശ്വരൻ വേറെയും നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ഞാനുമായിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലാണ് മാറ്റം വരേണ്ടത്. പുരുഷാത്മാനം, ഈ ഈശ്വരൻ എന്ന പ്രകൃതി ചൈതന്യം മാത്രമേ ഇവിടെ നമ്മുടെ ഉള്ളിലുള്ളൂ. അതാണിപ്പോൾ ഈ മരിക്കുമ്പോൾ പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഉറപ്പിക്കലാണ് ഇവിടെ ഈ ഒരു പ്രകരണം ആദ്യം പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞതിന് കാരണം എന്താ? അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷ ചൈതന്യം എന്ന ജീവനെയാണ് ഇവിടെ നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആരെയാണ് സത്യത്തിൽ? പറയൂ, ജീവനെയാണ്. അത് നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ആ ജീവനെ നമ്മളിപ്പോൾ ഞാനെന്നാക്കി വെച്ചിരിക്കുന്നതിന് പകരം എന്താക്കിയാൽ മതി? അത് പുരുഷ ചൈതന്യമാണ്. നമ്മൾ എന്ത് ചിന്തിച്ചോ എന്ത് ചെയ്തോ എന്നുള്ളതൊക്കെ കർമ്മവാസനകളാണ്. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പുരുഷ ചൈതന്യം ഇതിനകത്തുണ്ട്. മണ്ണിലും വെണ്ണിലും അങ്ങനല്ലേ പറയും. ഇവിടെയൊക്കെ ഇപ്പോൾ എന്തിനാ ഭഗവാൻ പോയിരിക്കേണ്ട ആവശ്യം? മണ്ണിലൊക്കെ ഇരിക്കേണ്ട ആവശ്യം. ഭഗവാനില്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാണ്. മനസ്സിലായില്ലേ? ഭഗവാനല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാനാണ്. അല്ലാതെ ഇനി മണ്ണ് മാത്രം ഞാൻ മണ്ണിലുള്ള ഈശ്വരനെ ഇനി കാണാം എന്ന് പറഞ്ഞിട്ട് മണ്ണും വാരി നടന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തിനു വേണ്ടിയിട്ട് ഇതിങ്ങനെ പരക്കെ പറയാൻ കാരണം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെയാണ്. നിങ്ങളത് പഠിച്ച് മെനക്കേടണ്ട. പഠിച്ചു വരുമ്പോഴേക്ക് സമയം പോകും. മനസ്സിലായില്ലേ? മണ്ണിനകത്ത് തന്നെ ഇല്ല എന്ന് പറയണ്ട. മണ്ണിനകത്ത് പല സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഇന്ന് ലാബിൽ കൊണ്ടുപോയാൽ അപ്പോൾ പറയാൻ തുടങ്ങും എന്തൊക്കെ അതിനകത്തുണ്ട്. അപ്പം മണ്ണിനകത്ത് നിന്നും നിങ്ങൾക്ക് കിട്ടിയേക്കാം, കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷെ സമയം വെറുതെ ഇനി കളയണ്ട. ഇതിനകത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ശ്രദ്ധിക്കുന്നില്ലേ? തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേപരം നിരന്തരം സ്വയം ജ്യോതിരാത്മാനം അഖണ്ഡിതം. മരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ തോന്നുമോ? തോന്നുമോ? ഇല്ല. അത് വീട്ടുകാർക്കൊക്കെ തോന്നിക്കോളും. ആ നിമിഷം വരെ നിങ്ങൾ ഓർമ്മിക്കണം, ഈ പുരുഷ ചൈതന്യം ഈശ്വരനാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് പരമസത്യമാണോ?
പറയൂ നിങ്ങളൊന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഈശ്വര ചൈതന്യം ആണ് എൻ്റെ ഉള്ളിൽ, അത് പോയി കഴിഞ്ഞാൽ എനിക്ക് എണീന്നേക്കാൻ പറ്റുന്നില്ല. അതിൽ വല്ല തെറ്റുണ്ടോ? അതൊന്ന് ഉറപ്പിക്കണം. അതിനാണ് ഈ നിരന്തരം സ്വയം ജ്യോതി. നമുക്ക് ഇടക്കിടക്കേ തോന്നും ഞാൻ എണീറ്റില്ലല്ലോ, ഞാൻ എണീക്കണ്ടെന്ന്. മനസ്സിലായി? ഈശ്വരൻ അനുഗ്രഹിച്ച് ഞാൻ എഴുന്നേക്കാൻ സാധിക്കട്ടെ. കാരണം എന്തേ, കുറേ പേര് കാലത്ത് കൊട്ടുവായി ഇട്ടതേ ഓർമ്മയില്ല, അവിടെ തന്നെ പഞ്ഞി കൊണ്ടൊക്കെ വീണിട്ടുണ്ട്. പല ആൾക്കാരുടെ മരണം കണ്ടിട്ട് ഇഡ്ഡലി പൊട്ടിച്ച് കഴിക്കുമ്പോഴേ പ്രാർത്ഥിക്കണമെന്ന് സംശയമുള്ളവരുണ്ടാവും. ഉണ്ട്. ഇന്നാൾ മദ്രാസിൽ ഒരാളുണ്ടായി, കാപ്പി ചട്നി പ്രായമായി, എന്നാലും ചട്നി വളരെ ഇഷ്ടമാണ്, ഇഡ്ഡലിയും ചട്നി. അത് വിളമ്പി വെച്ചു, അത് എടുത്തു ചട്നിയിൽ ഇങ്ങനെ മുക്കി പൊട്ടിച്ചിങ്ങനെ പിടിച്ചു, ചായ ഇങ്ങനെ പിടിച്ചു. ഇത് വായ തുറന്നു, ഇവിടെ എത്തുമ്പോഴേക്കും ഇയാൾക്ക് സമയമായിട്ടുണ്ട്. അങ്ങനെ ഉള്ളൂ പറയും. എന്നാൽ ഒഴുന്ന് വായിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വാദം പറഞ്ഞിട്ട് മരിച്ചാൽ പോലെ. ആയുസ് അതിനൊന്നും കാത്തില്ല. ഇത്രയും നാൾ തിന്ന് പോയിട്ടുള്ളൂ. എന്തൊരു കഷ്ടം. അത് അടുത്ത് കണ്ടവർക്ക് ഇനി ജീവിതത്തിൽ ഇഡ്ഡലി വരെ തിന്നാൻ പറ്റില്ല അല്ലേ? അതൊരു കഷ്ണം കഴിച്ചിട്ട് പോയാൽ സമാധാനമായിരുന്നു, കൊണ്ടാരംഭിച്ചിട്ടേ. അപ്പോൾ ഭാഗവത കൃത്യമായിട്ട് പറയണു, ഇവിടെ ഈ ജീവന്റെ യാത്ര നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ നമ്മളെന്തിനീ ഞാൻ കയറിയിട്ട് അതിൽ അഭിമാനിക്കണു? അത് വെറുതെ ബുദ്ധിമോശല്ലേ? അത്ര സിമ്പിളായിട്ടാ പറയാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടൊരു ഗുണവും കിട്ടിയിട്ടില്ല. മറിച്ച് ദോഷമാണ് ധാരാളം. ഒരു കള്ളം പറഞ്ഞത് കൊണ്ടോ ഒന്ന് അറിയില്ലാതെ പറഞ്ഞത് കൊണ്ടോ നമുക്ക് ഗുണമാണ്, തെറ്റില്ല, പൊട്ടയില്ല. ഇത് അനവധി ദോഷങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞു പോകണം എന്ന് ഉറപ്പ്. മനസ്സിലായില്ലേ? അങ്ങനെ നിരന്തരം ഈ ഭഗവത് വിചാരത്തെ നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ ജ്ഞാന വൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന പരിപശ്യത്യുദാസീനം പുരുഷം ജമഹൗജസം പ്രസംഗമചരം പാശം ആത്മനക്കവയോ വിദു. അതിന് ഏറ്റവും ഉത്തമമായിട്ട് ഇവിടെ ഭാഗവതം പറഞ്ഞു തരാൻ സത്സംഗദ്വാരയുള്ള ഭക്തിയാണ്. എന്താ ഈ സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ദിവസമായി ഇപ്പോൾ ഇവിടെ വലിയൊരു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പറയൂ. സത്സംഗം നടത്തുക. സത്സംഗം എന്ന് വെച്ചാൽ സത്ത് പ്ലസ് സംഘം ഇല്ലേ? സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നല്ലതായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്, ഉണ്മയായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം. അപ്പൊ സത്യമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ടുള്ളവരുടെ സംഗമം എന്നൊക്കെ അതിന് തുടങ്ങാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ സജ്ജനങ്ങളുടെ സംഗമം എന്നാണ്. സത്ത് എന്നുള്ള വാക്ക് ഏതിനോട് കൂടിയേ ഉണ്ടാവുള്ളൂ അധികം? അത് ഭഗവത് സംബന്ധിയായ വാക്കാണ്. നമ്മൾ പലതിലും എടുക്കുകയാണ്. സത്തായിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? പറയൂ. ഭഗവാനാണ്, ഈശ്വരനാണ്. അപ്പൊ സത്തായിട്ടുള്ള മനസ്സുകളിൽ ഒരേപോലെ എന്തേ ഉണ്ടാവുള്ളൂ? ഉറപ്പിച്ചോളൂ. ഭഗവത് കഥയാണ്. അപ്പൊ സത്സംഗം എന്ന് പറയുമ്പോൾ അതിൽ ഭഗവാന്റെ കഥ എന്ന് ആദ്യം എടുത്ത് പറയണ്ട. കാരണം എന്തേ? ഭഗവാൻ ഉണ്ടെങ്കിലേ അവർക്കൊക്കെ ഒന്നിച്ചിരിക്കാൻ പറ്റും. ശ്രദ്ധിക്കുന്നില്ലേ? എല്ലാവരുടെ മനസ്സിലും ആരുണ്ടാവണം? പറയൂ. പറയാൻ തന്നെ പറ്റത്തില്ല. വേറെ വല്ല കുങ്കുമപ്പൂവിന്റെ പേരോ മറ്റോ ആണ് ഇല്ലേ? പല പാട്ടുകളൊക്കെയാണ്. വെറുതെ അല്ല. നിങ്ങൾ ഈ നാമം ജപിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ അവാർഡൊക്കെ കൊടുക്കുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് അതൊക്കെ കേൾപ്പിക്കേണ്ടി വരുന്ന. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് തന്നെ അറിയില്ല. ഭഗവാനെ ഉറക്കെ നമുക്ക് ജപിക്കാൻ സാധിക്കണം. ഇതിൽ മടി വേണ്ട. നമ്മൾ പലയിടത്തും മടിക്കുമ്പോഴാണ് ഇല്ലേ പല നമ്മുടെ അറിവുകളില്ലാത്തവരല്ല, അറിവുള്ളവരും ഉണ്ടാണ്ടിരിക്കും. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. നമുക്ക് ഈ ദേഹാഭിമാനം വളരെ കൂടുതൽ. പ്രത്യേകിച്ച് പറയും, ഇപ്പോൾ പല നാട്ടിലും പോയാൽ മനസ്സിലാവും, കേരളക്കാർക്ക് കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പം തമിഴ്നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊന്നും ഇപ്പം നാമം ജപിക്കാനൊന്നും വലിയ മടിയൊന്നുമില്ല. നമുക്കതൊരു കുറച്ചൽ തന്നെയാണ്. എന്തുതന്നെയാണ്? കുറച്ചൽ തന്നെയാണ്. അപ്പം അതൊക്കെ മാറാൻ സാധിക്കണം. കാരണം എന്താ? സത്സംഗം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അവിടെ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. അവസരം കിട്ടിയ ആരുടെ പേര് മിണ്ടണം? വർത്താനം പറയല്ല, ഭഗവാന്റെ പേര്. അപ്പോ സത്സംഗദ്വാര ഉള്ള ഭക്തിക്ക് വളരെയധികം വിശേഷമുണ്ട്. കാരണം എന്തേ? നിങ്ങളൊക്കെ മനസ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, നൈർമല്യാണ്. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു വിഷയം ആർക്കും ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടുകാര്യം പറഞ്ഞാലും നാട്ടുകാര്യം പറഞ്ഞാലും കൂട്ടം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായം പറഞ്ഞേ പറ്റൂ. അത് പ്രശ്നമായി മാറാറില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലേ നിങ്ങൾ നാലോട്ടേ പോകുള്ളൂ, അഞ്ചാമത് പോകില്ല. ഇവിടെ അങ്ങനെയല്ല. വീണ്ടും വീണ്ടും എത്രയോ ദൂരത്തിനൊക്കെ സപ്താഹത്തിന് വന്നവരുണ്ട്. കാരണം എന്തേ? നൈഷ്കർമ്മ്യം. ആ മനസ്സിനൊരു നൈർമല്യത കിട്ടുന്നുണ്ട് ഇവിടെ വരുമ്പോഴും. കാരണം എന്തേ? ഇവിടെ ഭഗവാന്റെ കഥയാണ് പറയുന്നത്.
അപ്പോൾ സത്യത്തിൽ സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവത് സംബന്ധിയായ എല്ലാ ചർച്ചകളും എല്ലാ വിഷയങ്ങളും എന്ത് തന്നെയാണ്? പറയൂ, സത്സംഗാണ്. ആ സത്സംഗത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞാനിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഈശ്വരനായി മാറണോ? അങ്ങനെ സാധിക്കും, അപ്പോഴും സാധിക്കും. എൻ്റേത് എന്ന് തോന്നുന്നതൊക്കെ ഈശ്വരൻ്റേതാണ്, ഞാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് മാറ്റം തിരിച്ചറിയാൻ സാധിക്കണം ഈ സത്സംഗത്തിൽ പോവാം. ഇപ്പം ആദ്യം വരുന്നവർക്ക് പോലും സത്സംഗം എന്നുള്ളത് വെറുതെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. അതാണ് സത്സംഗത്തിൻ്റെ മാധുര്യം. കാരണം എന്താ? ഇത് പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഭഗവാനെ കുറിച്ച്. ആരെ കുറിച്ചിട്ടാണ്? പറയൂ നിങ്ങൾ, ഭഗവാനെ കുറിച്ച്. അങ്ങനെ സത്സംഗദ്വാരമുള്ള ഭക്തി കൊണ്ട് നിഷ്ഠയോടുകൂടിയുള്ള ഭക്തി നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി സാധിക്കണം. അമ്മേ, നല്ലതുപോലെ സജ്ജനങ്ങളുമായി ചേർന്ന് എല്ലായിടത്തും എല്ലായ്പ്പോഴും മൈ അനന്യഭാവേന ഭക്തി കുറുവന്തിയെ ദൃഢ, എന്നിലേക്ക് ദൃഢമായ ഭക്തി വേണം എന്ന തോന്നലുണ്ടാവണമെന്ന്. അതിന് ശരിക്കും മലയാളം ഇതുണ്ടാവണം. ഭഗവാനെ എനിക്ക് വേണം നിരീച്ചിട്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങണം, വേണം നിരീച്ചിട്ട് തന്നെ നാമം ജപിക്കാൻ സാധിക്കണം. തോന്നുമ്പോഴും മതി, തിരക്കൊന്നാക്കണ്ട. ഇനി 5 കൊല്ലം കഴിയട്ടെ എന്നാണെങ്കിലോ 5 കൊല്ലം കഴിഞ്ഞിട്ടായാലും മതി. അതിൻ്റെ ഇടയിൽ പോയിട്ട് പിന്നെ അവിടെ ഇവിടെ ഇല്ലാണ്ടാവേണ്ട. അതാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൊണ്ടും ഭഗവത് അർപ്പണമാക്കാൻ സാധിക്കുന്ന മനസ്സ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനിലേക്ക് നീങ്ങാൻ സാധിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കും. അത് അവിടെ നിന്ന് എന്ത് പറ്റും? തിദിക്ഷവക്കാരുണിക സുഹൃത സർവദേഹിന. സത്സംഗത്തിൽ പോയാൽ അവിടെയുള്ളവരുടെ പ്രത്യേകത നിങ്ങളെ ആകർഷിക്കും. നിങ്ങൾ ആദ്യമായിട്ട് പോവാണെങ്കിൽ അവരുടെ ഒരുമ നിങ്ങൾക്ക് ഇഷ്ടം, അവരുടെയൊക്കെ ഒരു പ്രേമം നിങ്ങൾക്ക് കിട്ടും, ആ ഒരു സൗഹൃദം നിങ്ങളോട് ഉണ്ടാവും. അറിയില്ലെങ്കിൽ നിങ്ങളോടൊരു സ്നേഹം സത്സംഗത്തിലെത്തിയ ഉണ്ടാവും. അങ്ങനെ നിരന്തരം നിങ്ങൾ മതാശയാഹ കഥാമൃഷ്ടാഹ, നിങ്ങളത് തിരിച്ചറിയും. ഈ കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഭഗവാന്റെ ദാസിമാരാണ്, അപ്പോഴേക്ക് ദാസന്മാരാണ്. അവരൊക്കെ പല 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 കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നു എന്നല്ലാതെ അവരൊക്കെ ഭഗവാനെ ആശ്രയിക്കുന്നവരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. എവിടെ വെച്ചിട്ട്? സത്സംഗത്തിൽ. ഇങ്ങനെ അനവധി ആൾക്കാർ ഭാഗവതം കേൾക്കാനും ഭാഗവതത്തിന് മുന്നിലും ഭാഗവത കൃഷ്ണന് വേണ്ടിയിട്ടും ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് എപ്പോഴാണ് അറിയാം? സത്സംഗത്തിൽ പോകണം. അവിടെ പോയി നിങ്ങളിത് അറിയുമ്പോഴെന്താവും? നിങ്ങൾക്കും മെല്ലെ മെല്ലെ ഞാനും അങ്ങനെ എൻ്റെ കൃഷ്ണനെ മതാശ്രയാഹ എന്താവും? ആശ്രയിക്കാൻ പറ്റും. അതിനെന്തുണ്ടാവും? ആശ്രയിക്കാമെന്ന് തോന്നിയിട്ടങ്ങ് ആശ്രയിക്കലല്ല, നിങ്ങൾ അറിയാതെ ആശ്രയിക്കാൻ തുടങ്ങും. അതാണ് ഈ കഥകളുടെ പ്രത്യേകത. കഥ നിരന്തരം കേൾക്കണം, എപ്പോഴും നാമം ജപിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ തപന്തി വിവിധാത്താവാ നൈതാന്മദ്ഗതചേതസ ഏതേതേ സാധവസാദ്വി സർവസംഗ വിവർജിത സ്തംഗസ്തേഷ്വതേ പ്രാർത്ഥ്യ സംഘദോഷകരാഹിതേ. എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാൻ വേണ്ടി അമ്മയോട് പറഞ്ഞു. ഈ സത്സംഗദ്വാരമുള്ള ബന്ധങ്ങൾ എല്ലാ ദോഷങ്ങളെയും അകറ്റുന്നത്. ഒരാളോട് മിണ്ടാൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ? ഒന്നിനോട് സംഘം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു സത്സംഗങ്ങളുമായി സജ്ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോഴെന്തായി? ഇതുവരെ സംഘങ്ങൾ ചെയ്തതിൻ്റെ ദോഷം മുഴുവൻ നിങ്ങൾക്ക് മാറും. ഇപ്പൊ ആരുമായിട്ടേ സംഘമുള്ളൂ? സത്സംഗം മാത്രമേ ഉള്ളൂ, ഭഗവാനുമായിട്ടേ സംഘമുള്ളൂ. അങ്ങനെ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ സത്സംഗത്തിൽ നിന്നും ഒടുക്കം എന്തായിട്ട് മാറും? ജീവൻ മുക്തിയാണ്. പരമമായ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇങ്ങനെ ഒന്നിനൊരു ബാധ്യതയാവാതെ അപ്പൂപ്പൻ താടിയെ പോലെ വെള്ളത്തിൽ ഒഴുക്കിലിട്ടിട്ടുള്ള മരത്തടി പോലെ ഭാരമില്ലാതെ നമ്മുടെ ശരീരം ഇങ്ങനെ ശോഷിച്ചു വരില്ല. മനസ്സിൻ്റെ ഭാരം കുറയും. നമുക്കൊക്കെ മനസ്സിന് അമിതഭാരമാണ്. നമുക്ക് എടുത്താൽ കൊണ്ടൊന്നുമില്ല ഇല്ലേ? അത്രയും ദുഃഖങ്ങൾ നമ്മളിപ്പോൾ വേണ്ടാച്ചിട്ടാണ്. ഓർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനവധി ഓരോരുത്തർക്കും കെട്ടുകൾ എഴുതി വിടുന്ന ആ പ്രാരബ്ധ ഭാരങ്ങളൊക്കെ നിങ്ങളെ വിട്ടു പോകുന്നതായിട്ട് കാണാമെന്നാണ്. അതന്നെയാണ് ഈ സംഘദോഷകരം എന്നാണ്. അല്ലാതെ ബന്ധപ്പെട്ടിട്ടുള്ളവരും ബന്ധമുള്ളവരെയും ഒഴിവാക്കാൻ ഇവിടെ കൂടി സൂചന പോലുമില്ല. മനസ്സിലായില്ലേ? അതൊന്നും നിങ്ങളെ ബാധിക്കാണ്ടാവുന്നതാണ്.
അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, എല്ലാം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ഇതുവരെ വേണ്ടാതെ എടുത്തിട്ടുള്ള ആ ടെൻഷനൊക്കെ അതിൽ നിന്ന് മാറുന്നത് കാണാം. അതാണ് സത്സംഗദ്വാര സിദ്ധിക്കുക. അങ്ങനെ സദാം എന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന, ആ ജ്ഞാനം നിങ്ങൾക്ക് വർദ്ധിക്കും. ഈശ്വരൻ എന്നുള്ള തോന്നലെന്ന് വർദ്ധിക്കുമ്പോൾ നിങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വായത്തമായിട്ട് വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയത്തിലും ഒരു പ്രത്യേക സംശയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതിനെ നല്ലതുപോലെ ഉള്ളിലേക്ക് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് അനുഭവിച്ചു വരുമ്പോൾ വിജൃംഭിത, അതിങ്ങനെ തെറിക്കും പുറത്തേക്ക് അറിവ്. ആ അറിവ് പുറത്തേക്ക് പോകുമ്പോഴെന്തായി, എല്ലായിടത്തും നിങ്ങൾ ഭക്തിയോടുകൂടി വീക്ഷിക്കാൻ സാധിക്കും. പിന്നെ ആ നാരായണൻ ആരാണ്, ഉള്ളിൽ നാരായണനാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് എന്തുണ്ടാവും, പുറത്ത് കാണുന്ന എല്ലാത്തിലും അറിയൂ. നാരായണനെ കാണും, അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. അതൊക്കെ മെല്ലെ ആവുന്ന കാര്യമാണ്. അത് മെല്ലെ നിറയണം അകത്ത്. അത്തരത്തിൽ നിങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ മതിരിക ഗുണസക്ത ബന്ധകൃത്വേശ്വസക്ത അമൃതകൃതവരന്തേ ഭക്തിരേ മാത്ര സാധ്യ. ദേവഭൂതിയോട് പറഞ്ഞു, ഭക്തി ഒന്നേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് സകല ക്ലേശങ്ങളും തീരാൻ, സകല ബന്ധങ്ങളിൽ നിന്നും മാറാൻ, സകല ദുഃഖങ്ങളിൽ നിന്നും മാറാൻ എന്തുണ്ടായാൽ മതി, അറിയൊന്ന് ഭക്തി ഉണ്ടായാൽ മതി. അത് നല്ലതുപോലെ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് സത്സംഗം തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സത്സംഗദ്വാര ഭക്തി സിദ്ധിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ ഈശ്വരനാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും. മദ്ഭയാത് വാദിവാദോയം സൂര്യ തപതി മദ്ഭയാത് വർഷതിഹി ഇന്ദ്ര. എല്ലാം ഭഗവാനെ ഭയന്നിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഭഗവാന്റെ ആജ്ഞാനുവൃത്തികളാണ് ഈ ലോകം മുഴുവനും സംഭവിക്കുന്നത്. ആജ്ഞയ്ക്കനുസരിച്ചിട്ടാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിനുശേഷം ഈ ശരീരത്തിൽ നിന്നും ഈ ഞാനെന്ന ബോധം നിങ്ങൾക്ക് പൂർണ്ണമായി മാറണമെങ്കിൽ എന്തുകൂടി വേണമെങ്കിൽ ഞാനെന്നുള്ളതിനെ പഠിച്ചില്ലേ, അടുത്തത് എന്തു പറയും, ഇനി ശരീരം എന്ത് എന്ന് നമുക്ക് നോക്കാം. പ്രകൃതി മഗദഹങ്കാരമാത്രാശ്ച ഭൂതാനി. ഈ ശരീരം എന്നുള്ളത് ശരിക്കും പ്രകൃതിയാണ്. നമ്മൾ ചുറ്റുപാടും കാണുന്ന പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും പ്രധാനപ്പെട്ട പഞ്ചഭൂതം നമുക്ക് ബൃഹത്തായി കാണുന്നതിൻ്റെ പൂർണ്ണ ക്രോഡീകരണ രൂപമാണ് ശരീരം. അതിനകത്ത് 25 തരത്തിലുള്ള അദൃശ്യങ്ങളായ തത്വങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ പ്രാണനിലൂടെയാണ് കൃത്യമായി സംഭവിക്കുന്നത്. പ്രാണൻ കടന്നു പോകുമ്പോഴാണ് ഇതൊക്കെ വർക്ക് ചെയ്യുക. ഈ തത്വങ്ങളൊക്കെ വേണ്ടതുപോലെ അതാത് ഭാഗങ്ങളിൽ അതിനെ പരിതോഷിപ്പിക്കും. അത്തരത്തിൽ 24 തത്വങ്ങളും 25ാമതായിട്ട് പുരുഷ ചൈതന്യവും. പ്രകൃതി മഹദഹങ്കാരമാത്രാശ്ച ഭൂതാനി അഭിഹൃതവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഗോദ്യേനഗാദി. പട്ടരിപ്പാട് ഒരു ശ്ലോകത്തിൽ ഈ ഒരു അധ്യായം തന്നെ പറഞ്ഞു കഴിഞ്ഞു. 27ാമത്തെ അധ്യായം അതുപോലെയാണ് ഒരു ശ്ലോകം കാണാൻ സാധിക്കുക. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ, അതിനകത്ത് അതൊക്കെ അനുഭവങ്ങളാക്കി തരുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അഹന്തത്വം, ഇങ്ങനെ തുടങ്ങിയതായ 24 പിന്നെ അതിലേക്ക് അതിനെയൊക്കെ ചലിപ്പിക്കുന്ന ഈശ്വര ചൈതന്യമായ പുരുഷ ചൈതന്യം. പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പുരുഷ സ്ത്രീകളല്ല. പിന്നെയോ ഇവിടെ ലോകത്തിൽ ഈശ്വരന് ഈ ചൈതന്യത്തിന് പറയുന്ന പേരാണ് പുരുഷ ചൈതന്യം. ആ ചൈതന്യം പ്രവേശിക്കുമ്പോഴത് ജീവസ്സുള്ളതായി മാറി. അങ്ങനെ അതിൽ നിന്ന് വിട്ടുപോകും. ഇങ്ങനെ നമ്മൾ വീണ്ടും അവിടെ ഒന്നുകൂടി ശരീരത്തെ ഉറപ്പിച്ചു. ശരീരം പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഈ ജീവനങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു നേരത്തോട് നേരമൊക്കെ കൂടുമ്പോഴേക്ക് നീല നിറയും, അങ്ങനല്ലേ ഉണ്ടാവുക. പിന്നെ അതിങ്ങനെ വീർക്കാൻ തുടങ്ങി. വീർത്തതിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. അതിൽ നിന്ന് പിന്നെ ചീഞ്ഞളിയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പഞ്ചഭൂതത്തിൽ ഗന്ധവും അഗ്നിയും വായുവും ഒക്കെ സംഭവിച്ചു ഇല്ലേ? ഇതൊക്കെ സംഭവിച്ചു. ഇനി അതിൽ നിന്നും ഭൂമിയാണ് എടുക്കേണ്ടത്. ഭൂമി പിന്നീട് ഇത്
ദിവസങ്ങളും കാലങ്ങളും കഴിയുമ്പോൾ അത് ദ്രവിച്ച് മണ്ണിലേക്ക് ഇങ്ങനെ അടിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഇത്ര ഉയർന്നിട്ടുള്ള ആ സ്ഥലത്ത് ഒന്നും ഇല്ലാണ്ടായി മാറും, കാണില്ലേ? അതുപോലെ കാണുമ്പോൾ മനസ്സിലാക്കാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടി നിന്നിരുന്ന ആകാശം ഇപ്പോൾ ഇവിടെ മുട്ടി, ഭൂമിയിൽ തന്നെ വന്ന് പറയും മുട്ടി. ഈ ശരീരം ഓരോ ദിവസം വളരും തോറും അത്രയും സ്പേസ് ആരെടുത്തുണ്ടായിരുന്നു? ഈ ആകാശത്തിൽ ശരീരങ്ങൾ എടുത്തിട്ടുണ്ട്. അത് അവസാനം എന്താവും? നമ്മളുടെ ശരീരം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആ സ്പേസ് ഇവിടെ ഫില്ലായി. അതുപോലെ തന്നെ ആകാശം അതിനെ പരസ്പരം മുട്ടിച്ച് സ്വീകരിക്കും. അങ്ങനെ പഞ്ചഭൂതങ്ങൾ അവസാനം ഈ ആകാശവും കൂടി സ്വീകരിച്ചു. അതിനുശേഷം ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ളതൊക്കെ, അപ്പം ഈ തത്വങ്ങളൊക്കെ ഈ മരണത്തോട് ജീവന്റെ പുറകെ തന്നെ മെല്ലെ 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 പോകും. ജീവൻ തന്നെ പ്രാണൻ എന്നുള്ളത് മൂക്കിലൂടെ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഒറ്റ വലിയ തന്നെ ഓർമ്മയുള്ളൂ. തിരിച്ചത് പോയാൽ പോയി, വലിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇത് 10 സ്ഥലങ്ങളിലേക്കാണ് പോവുക. 10 തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഈ ഒരു പ്രാണൻ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. 10 അറകളിലേക്കായിട്ട് അത് പോകുമ്പോൾ അവിടെ പ്രത്യേക മർദ്ദം ഉണ്ടാവും. ആ ഭാഗത്ത് ആ മർദ്ദത്തിന് വേണ്ടിയിട്ടാണ് അത് സ്റ്റോക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്ര ശ്വാസം കഴിച്ച് പുറത്തേക്ക് വിട്ടാലും മുഴുവൻ അതിനുള്ളിൽ പോകുന്നിരിക്കേണ്ട, അങ്ങനെയുള്ള ഒരു ശ്വാസം കഴിപ്പില്ല. അതിനകത്ത് എപ്പോഴും എന്തുണ്ട്? വായുണ്ട്, അത് നിറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചിലപ്പോൾ തുമ്മുമ്പോൾ കിട്ടുന്ന വായു, നമ്മൾ വിചാരിച്ചതല്ല. അങ്ങനെ 10 പ്രാണൻ ആയിട്ട് തന്നെ ഭാഗവതം അവിടെ പറയും. എത്രണ്ണാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ധനഞ്ജയൻ തുടങ്ങിയതായിട്ടുള്ള 10 പ്രാണന്മാർ. ഇതൊക്കെ ജീവൻ വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പിറകെ പോകും. അങ്ങനെ ഈ ശരീരം വെറും പ്രകൃതിയായിട്ട് മാറി, ജഡം പറയൂ ആയിട്ട് മാറി. അതിനെ പ്രകൃതി സ്വീകരിക്കും. ഇതും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നീട് അമ്മയോട് പറഞ്ഞു, ഇനി ഈ ശരീരത്തിൽ നിന്നും എങ്ങനെയാണ് വേണ്ടതുപോലെ കർമ്മങ്ങൾ ചെയ്ത് ആ അറിവിനെ വേണ്ടതുപോലെ നല്ലതുപോലെ ഭഗവാനെ നിരന്തരം ചിന്തിച്ച് ഭഗവത് ധർമ്മം ആചരിക്കുന്നവർക്ക്, എല്ലാ കർമ്മങ്ങളും ഭഗവതർപ്പിതമാക്കി മാറുന്നവർക്ക് എന്തുകൂടി ഒരു അത്ഭുതമുണ്ട്. സബീജസ്യ നൃപാത്മജേ, സബീജസ്യ നൃപാത്മജേ. അതങ്ങ് കേട്ടപ്പോൾ തന്നെ ആ അമ്മയ്ക്കൊരു സന്തോഷമായി എന്നാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ അന്ധകാരം എന്ന് പറഞ്ഞു വന്ന അമ്മയോട് ഇപ്പോൾ പറയാണ്, ഈ പ്രകൃതിയെയും, അതായത് ഈ പ്രകൃതി എന്നുള്ള ശരീരത്തെയും ഈശ്വരൻ എന്ന ഞാനെന്നുള്ള ഈശ്വരനെയും തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഈശ്വരനെ നിരന്തരം ചിന്തിക്കാൻ സാധിച്ചാൽ, ഒരു ദിവസം അമ്മയുടെ ഉള്ളിൽ ആര് വരും? പറയൂ പറയൂ, ആര് വരും? ഭഗവാൻ വരും. അതൊരിക്കലും ആ ഒരു ലോജിക്കല് ശരിയല്ല. പറഞ്ഞോ, ശരിയാണോ? ഒരിക്കലും അല്ല. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമല്ല ഈശ്വരൻ എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ എന്ത് പറയുന്നു? ഇന്ദ്രിയങ്ങൾക്കുള്ളിൽ ആരെ കാണാൻ പറ്റും? പറയൂ. അത് തെറ്റു തോന്നുന്നുണ്ടോ? ഇല്ല. അതെങ്ങനെയാണ് നോക്കിക്കൊള്ളുന്ന? ഇന്ദ്രിയങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അദൃശ്യമായി സഞ്ചരിക്കുന്ന, അകത്തും പുറത്തും സഞ്ചരിക്കുന്ന ശക്തി ചൈതന്യത്തിന് എന്ത് പേര് പറഞ്ഞു? ഭഗവാൻ. അത് അദൃശ്യമാണ്. ഇനി അദൃശ്യമായ ഒന്നിനെ മനുഷ്യന് മാത്രം കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചില്ലേ? ആ മനുഷ്യത്വം പൂർണ്ണമായാൽ, മനസ്സ് പൂർണ്ണമായി നൈർമല്യമായി കഴിഞ്ഞാൽ, പൂർണ്ണമായി ഈശ്വര ഭാവം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സംശയിക്കേണ്ട. അപ്പോൾ ആരല്ല നിങ്ങൾ? ആരല്ല? ആ ഇന്ദ്രിയത്തിനുള്ളിലിരിക്കുന്ന ഈശ്വരൻ മാത്രമായി മാറി. ഇന്ദ്രിയവുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ആരെ കാണാം? പറയൂ, ഈശ്വരനെ കാണാം. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ശരീരത്തെ അറിഞ്ഞ്, ശരീരത്തെ പഠിച്ച്, ശരീരത്തിൽ മനസ്സ് വേറിട്ട് നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായി? ഈശ്വര സാക്ഷാത്കാരം നമുക്ക് പറയൂ കിട്ടും. പറയുമ്പോഴിപ്പോൾ 3 കാര്യങ്ങളോടുകൂടി കാര്യം കഴിഞ്ഞു. പക്ഷെ അത് ജീവിതത്തിൽ ഈ ശരീരത്തെ നിയന്ത്രിക്കുക, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക അത്ര നിസ്സാരമല്ല. അതുകൊണ്ട് ഈ നിഗ്രഹിച്ച അമ്മയെ നിങ്ങൾക്ക് സാധിക്കും. സാധ്വി എന്നൊരു വാക്ക് വിളിച്ചിട്ടുണ്ടെന്ന അത്ര സിദ്ധിയാവാൻ വേണ്ടി പോവുക. പുണ്യം ചെയ്തിട്ടുള്ള അമ്മയാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ഭാഗവതത്തിൽ ഓരോരുത്തരുടെ സമ്പാദത്തിൽ ആ പേര് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ മാറി മാറി വരും. അതുപോലെ നമുക്ക് പഠിക്കാനുള്ളതാണെന്ന് അർത്ഥം. ഇത് ചെയ്താൽ കിട്ടുമെന്ന് ഉറപ്പാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? സാധ്യ എന്നൊരു വാക്ക് ആരോട് പറഞ്ഞിട്ടുണ്ട്? അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സാധ്യമാകുന്നതാണ്, ഇത് സിദ്ധിക്കുന്നതാണ്. നിങ്ങൾ കേൾക്കുന്നവരാരും തെറ്റിദ്ധരിക്കണ്ട. അതെങ്ങനെ ഉണ്ടാവണം?
അതിന് നല്ലതുപോലെ സ്വധർമാചരണം ശക്ത്യാ പരധർമ്മ വിധർമാശ്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവത് ചരണാർച്ചനം. എന്തുണ്ടാവണം? സ്വധർമാചരണം. ഭഗവത് ധർമ്മം തന്നെയാണ് സ്വധർമ്മം. ഇനി പഠിക്കാനില്ല. ഭഗവാനെ ആരാധിക്കുക, സദാ ഭഗവത് വിചാരം അണിമാനം അഖണ്ഡിതം, അത് ആചരിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യണം? വിധർമാശ്ച നിവർത്തനം, മറ്റുള്ള ധർമ്മങ്ങൾ. അപ്പോൾ എന്ത് മനസ്സിലാക്കുക എളുപ്പത്തിൽ? ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതിന് ഒറ്റ എളുപ്പം മനസ്സിലാക്കിയാൽ മതി. ഭഗവത് സംബന്ധി അല്ലാത്ത ഒന്നും നിങ്ങൾ ചെയ്യാൻ പുറപ്പെടരുത്. ഒന്നും ചെയ്യാൻ പുറപ്പെടരുത്. അതിൽ ഭഗവത് വിചാരമില്ലാതെ ഒന്നും ചെയ്യാൻ പുറപ്പെടണ്ട. അങ്ങനത്തെ ഒരു കർമ്മം നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കണം ആദ്യം തന്നെ. ഇനി എന്തെങ്കിലും ഇടപെടണം എന്നുണ്ടെങ്കിൽ അത് ആരും കൂടി ഉണ്ടാവണം? അറിയൂ, ഭഗവാൻ. അങ്ങനെ ആക്കി മാറ്റുക. അങ്ങനെ എന്തുണ്ടായി? അത് നിരന്തരം ചെയ്ത് ശീലിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ എന്ത് കിട്ടും? ഇൻ അഡ്വാൻസ് ബോണസാണ്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ എവിടെയും പോയില്ല, ഇത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ പറഞ്ഞു ദൈവാലബ്ധേന സന്തോഷ. അവിടെ ഒരു ദൈവാലബ്ധേന, ഭഗവാനാൽ കിട്ടുന്ന ഒരു ആനന്ദം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിത് തിരിച്ചറിഞ്ഞ് ഭഗവാനെങ്കിലേക്കുള്ള യാത്ര തുടങ്ങിയില്ലേ, അപ്പോഴത്തന്നെ ബ്രഹ്മാനന്ദം ഗതോയത ഇതി വിചിന്യ മനസാ. ഇങ്ങനെ പലയിടത്തും പറയും ഭഗവാനെ വേണം എന്ന തോന്നലുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും? അത്രേ ആടെ ഒരു ആനന്ദം. ഇങ്ങനെയല്ലേ ആദ്യം പറഞ്ഞേ ശുശ്രൂഷഭിഹി തത്ക്ഷണാത്. എന്താ പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിൽ? ശുശ്രൂഷഭി തത്ക്ഷണാത്. അത് കൃത്യമായില്ലേ? ഇപ്പോ ആ ഭഗവാനെ സേവിക്കണം എന്ന തോന്നലോടുകൂടി ജീവിതത്തെ മാറ്റം വരുത്താൻ സാധിക്കുമ്പോൾ തന്നെ, ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന അർത്ഥം. പിന്നീട് ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തതാ മിതമേതധ്യാതനം ശശ്വൽ വിവിക്തക്ഷേമ സേവനം. പിന്നെന്തുണ്ടാവണം? ഗ്രാമ്യധർമ്മ നിവൃത്തി എന്നാണ്. ഗ്രാമ്യധർമ്മം എന്ന് പറഞ്ഞാൽ ഈ വർത്താനം പറയുക, കൂടെ കൂടിയിരിക്കുക, പണി ഒതുങ്ങി കഴിഞ്ഞാൽ അയൽവക്കത്ത് പോവുക, വർത്താനം പറയാം. ഇന്നിപ്പോൾ അതൊന്നുമില്ല. പരസ്പരം വീട്ടുകാരും ഉണ്ടല്ലോ കാണാനൊന്നുമില്ല, കുറവ് തന്നെയാണ്. അതിപ്പോൾ കുറവ് തന്നെയാണ്. ഇപ്പോൾ ഒക്കെ റീൽസ് ആയതുകൊണ്ട് ഇപ്പം ഇനി റീൽസാണ്. അപ്പോൾ ഗ്രാമ്യധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റതും എല്ലാം ഇതിനകത്ത് രാവിലെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ഗ്രാമ്യധർമ്മം എന്നാണ്. പണ്ടയച്ചു കഴിഞ്ഞാൽ 2 നുണ പറയുന്നേ ഉള്ളൂ. അല്ല അമ്പറിൽ വന്ന ആളോ എവിടെ നിന്ന് 2 നുണ പറഞ്ഞ് കഴിഞ്ഞു സന്ധ്യയ്ക്ക്. അപ്പോൾ തന്നെ പേടിച്ചിട്ട് വിളക്ക് വെക്കണ്ട വെച്ചിട്ട് വീട്ടിൽ കയറും ചെയ്യും. ഇന്നതല്ലല്ലോ, വിളക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോഴും ചേരണ്ടാലോ. അപ്പോൾ ഇതന്നെയാണ് ഗ്രാമ്യധർമ്മം. മെറ്റീരിയൽ ലൈഫിലേക്കുള്ള ആസക്തി കൊടുക്കുക, അതാണ് അതിൻ്റെ ചുരുക്കം. മെറ്റീരിയൽ ലൈഫിലേക്കുള്ള ഭൗതിക ജീവിതത്തിലേക്കുള്ള ആസക്തി കുറയണം. അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലേ മനസ്സിനുള്ളിൽ ശരീരത്തിനുള്ളിൽ ഭഗവാൻ ഉണ്ടാവുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? പ്രാർത്ഥിക്കണം. മോക്ഷധർമ്മരതിഹി, എനിക്ക് മോക്ഷം വേണം, സകല കെട്ടിൽ നിന്നും വിടണം, എനിക്കെൻ്റെ കണ്ണനെ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി വരൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ നിങ്ങളുടെ മനസ്സിൽ കാണണമെങ്കിൽ, നിങ്ങൾ ഇരുന്നെടുത്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തുണ്ടാവണം? ആദ്യം വേണമെന്ന് തോന്നണം. എന്താ വേണ്ടത്? സംസ്കൃതം അറിയണ്ട, ഭാഗവതം പഠിക്കണ്ട, എന്ത് വേണം? വേണം തോന്നണം. അങ്ങനെയെങ്കിലും മനസ്സിലാക്കിക്കോളൂ. ഈ കെട്ടുപാടുകളൊക്കെ കുറച്ചോളൂ. ജീവിതത്തെ ഒന്ന് ഒതുക്കി വെച്ചോളൂ. ആരെ കിട്ടാനാണ്? ഭഗവാനെ. അഹിംസ സത്യമസ്തേയം യാവദർത്ഥ പരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. നമുക്ക് പറഞ്ഞിട്ടുള്ള അവനവന്റെ സ്വധർമ്മം നല്ലതുപോലെ ചെയ്യണം. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി സാധിക്കണം. കളവ് പറയരുത്, മറ്റുള്ളതിനെ ദേഷിപ്പിക്കരുത്, മറ്റുള്ളതിനെ ദ്രോഹം വിചാരിക്കരുത്. ഇതൊക്കെ മനസ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം? നിങ്ങൾ ഏറെക്കുറെ ഒരു യോഗ്യത വരാൻ തുടങ്ങി. മൗനം സദാ ആസനജയ. പിന്നീട് എന്ത് വേണം? നിങ്ങൾ ഈ പുറമേയുള്ള പരിപാടിയൊക്കെ നിന്നുകൊണ്ടും നടന്നുകൊണ്ടുള്ളതൊക്കെ നിർത്തിയില്ലേ? ഇനി നിങ്ങൾ മിണ്ടാണ്ടിരിക്കും കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാൻ ശീലിക്കണം. അതറിയോ നമുക്ക്? ഇപ്പം ഈ മിണ്ടാണ്ടിരുന്നതിൻ്റെ ഒക്കെ ഇപ്പം നിർത്തുമ്പോൾ കാണാം, മനസ്സിലായില്ലേ? ഈ 2.5 മണിക്കൂർ ടൈറ്റായിട്ടുള്ളതൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ടാൽ മതി എന്നാ. ആകെ കൂടി ഒരു ചിലവലിയാണ് ഇനി കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കണം. മൗനം, മിണ്ടാണ്ടിരിക്കണം. ഭർത്താവിനോട് തല്ലുകൂടിയിട്ട് മിണ്ടാണ്ടിരുന്നാലൊന്നും പോരാ. അന്നേരം ഉള്ളിൽ ഇങ്ങനെ തവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനായിപ്പോയി ഇല്ലേ,
ചട്ടൊക്കെ കാണുമ്പോൾ വേറെ എന്താ തോന്നുന്നത് ദോശയുടെ. അങ്ങനെ മനസ്സ് സംഘർഷം ഉണ്ടായിട്ട് മൗനല്ല, ഒന്നുമില്ല, വെറുതെ മിണ്ടാണ്ടിരിക്കുക പറ്റുമോ? വെറുതെ നോക്കുമ്പോൾ സപ്താഹം കഴിഞ്ഞാൽ കുറെ ജോലിക്കൊന്നും പോകണ്ടല്ലോ, 2 ദിവസം അങ്ങനെ ഇരിക്കട്ടെ, എന്നാൽ കുറേ തെല്ലും പിടി തന്നെ കുറയും. കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുക, ഭാര്യയും ഭർത്താവും അരമണി. അങ്ങനെ ശീലിച്ചുള്ള ആവശ്യം മൗനം സദാ ആസന ജയ. ഇരുത്തം വരണം എന്ന് കഴിഞ്ഞ് മലയാളം. ആസനം ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പഠിക്കുക. ഇപ്പം ഇരിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ പഠിച്ചിട്ടും നല്ല കഷ്ടിച്ച് ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കണം. നിങ്ങളിപ്പോൾ അടുത്ത കാലത്ത് എവിടെ ഇങ്ങനെ ഈ നീല കസേരയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടോ? വെറുതെ ആലോചിക്കും. സപ്താഹത്തിലല്ലാണ്ട് കല്യാണത്തിന് ഊണ് കഴിക്കാൻ ഇരുന്നുണ്ട്, പിന്നെ ഇവിടെ ഇരിക്കില്ല എന്നേ. വീട്ടിലൊക്കെ 4 കസേര വേണം, സോഫ സെറ്റിയിൽ കാല് വെച്ച് 2 കൈവക്കാൻ ഇല്ലേ. അത് കഴിഞ്ഞവർ വേറെ ഒരു എന്നാലൊക്കെ ഇരിക്കാൻ പറ്റും. ആസനം ജയിക്കണം, എങ്ങനെയെങ്കിലും ഇരിക്കാമല്ല, എങ്ങനെ ഇരുന്നാലും സ്വസ്ഥരാകും. അത് വലിയ പ്രശ്നമാണ്. അറിവുണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പല ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളൊക്കെയാണ്. പക്ഷെ അയാളോടൊക്കെ വർത്താനം കുറച്ച് ചിരിച്ചിട്ട് നമ്മളുടെ സൂക്കടായി പോകും. അയാൾക്ക് 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ സാധിക്കണം. ഇതൊക്കെ വളരെ, അതൊന്നും വിദ്യാഭ്യാസം കൊണ്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കാനാണ്. ഇതൊക്കെ നമ്മുടെ ശരീരം എന്നുള്ളത് അത്ര നിസ്സാരമൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ പറയും ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. അപ്പൊ ആസനം ജയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരുന്നാൽ സ്വസ്ഥമാവുന്നത്, ഇനി കുറച്ചു നേരം ഒന്ന് ആലോചിക്കാണ്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നും, ഒരു അസ്വസ്ഥത ഇല്ലാതെ, അവിടെ ഇരുന്നോളൂ. അതാണ് ആസനം. ശരിക്കും ചമ്രം പടിഞ്ഞിരിക്കാന്നൊക്കെയാ പറയാം. അതിലൊന്നും ഇപ്പോൾ പോയാൽ പറ്റില്ല. അതുകൊണ്ട് ഇതന്നെ മതി, സ്വസ്ഥമായിട്ടിരിക്കുക. മനസ്സിങ്ങനെ ചലിക്കാൻ പാടില്ല. കണ്ണടക്കുക, പിന്നെ കണ്ണ് തുറക്കണ്ട. കണ്ണടക്കുക, ഇന്ദ്രിയങ്ങളെ നല്ലതുപോലെ അവിടെ ചുരുക്കി വെക്കുക. അതെങ്ങനെ ചുരുക്കുക? കണ്ണടച്ചു മറ്റുള്ള ഇന്ദ്രിയങ്ങൾ ഒതുക്കി വെച്ച് കഴിഞ്ഞ് ഇനി ചെവിയാണ് കുറേ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചാലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ശബ്ദം, ഇവിടെയുള്ള ശബ്ദം, ഇതൊക്കെ കേൾക്കും. ആ ചെവി കൊണ്ട് നിങ്ങൾക്ക് എത്ര ദൂരം വരെ കേൾക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ചോളൂ. കണ്ണടച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. പരമാവധി കേട്ട് നിങ്ങൾ ഉറപ്പിക്കുക അവിടെയൊക്കെ ഇന്നതാണ്. മനസ്സിലായില്ലേ? അത് ഉറപ്പിച്ച് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ആ ശബ്ദം കേട്ടാൽ നിങ്ങൾ അലട്ടില്ല. അത് തിരിച്ചറിഞ്ഞു. ഇനി അത് ശബ്ദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അത് കേട്ടുമെന്ന് തോന്നില്ല. നിങ്ങൾ ശബ്ദം ഉണ്ടായാൽ അങ്ങനെ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഉണ്ടാവും. ഇതൊക്കെ പറ്റണം, സ്വസ്ഥമായിട്ടിരിക്കണം, മനസ്സ് നേരെ ഉണ്ടാവണം, എങ്കിൽ ആ ശബ്ദമൊന്നും നിങ്ങളെ അലട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തുണ്ടാവാൻ സാധിക്കും? പ്രാണജയശനൈഹി. അത് മെല്ലെ മതി. മെല്ലെ കുറേശ്ശെ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ മെല്ലെ ശ്വാസം കഴിച്ച് ഇങ്ങനെ ശീലിക്കാം. അതിന് പ്രാണായാമം എന്നൊക്കെയാ പേര്. ഇടാപിങ്കള നാഡികളിലൂടെ ശോധിക്കുക, ശുദ്ധി ചെയ്യാന്നൊക്കെ അർത്ഥം. അത് ദിവസവും ചെയ്യേണ്ടതാണ്. ദേഹശുദ്ധി എന്നൊക്കെ പറഞ്ഞ ക്രിയകളിലൊക്കെ അത് പ്രധാനമാണ്. അങ്ങനെ പല തരത്തിലുള്ള ചിന്തകൾ. ഈ പ്രാണൻ വളരെ ഗംഭീരമാണ്. ഇപ്പോൾ ഈ താന്ത്രിക പൂജാ പദ്ധതികളിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അർച്ചകൻ ഒരു പ്രഭാവത്തോടുകൂടി അർച്ചിക്കുമ്പോഴാണ്, അങ്ങനെ കേട്ടിട്ടില്ലേ, അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതു ശങ്കരാണ്. ഒരാചാര്യൻ പൂർണ്ണനായിട്ട് അർച്ചന ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ ചെയ്യും? ആ അർച്ചകന്റെ ഒരു പ്രഭാവം നല്ലതുപോലെ പരമാവധി അദ്ദേഹം ഈശ്വര പ്രഭാവം വരുത്തും. ആ വ്യക്തിയുടെ പ്രഭാവമല്ല വളർത്തുക. പലയാൾക്കും തോന്നും ഓരോ ചെയ്ത ആൾക്കാരുടെ പ്രഭാവമാണ്. അല്ല, എല്ലാവരുടെ ഉള്ളിലും ഈശ്വര ചൈതന്യം ഒരുപോലെയാണ്. ഒരാൾ അതിനെ കുറച്ച് നല്ലതുപോലെ ഉപയോഗിച്ചു, പഠിച്ചത് കൊണ്ടൊന്നും ആവില്ല. പ്രാണായാമമൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഓരോരോ അക്ഷരങ്ങളെ കൊണ്ട് വീണ്ടും ഓരോ അക്ഷരങ്ങൾ ശരീരത്തിൽ ഇങ്ങനെ ഉറപ്പിക്കാം പ്രാണനിലൂടെ. ഇങ്ങനെയൊക്കെ വളരെ സങ്കീർണമായ ക്രിയകളാണ് താന്ത്രിക പദ്ധതിയിൽ ഭഗവത്പാദന് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കാണാം. അത്തരത്തിലുള്ള പ്രാണായാമം നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും പ്രാണായാമം ചെയ്ത് ശീലിക്കണം. പ്രത്യാഹാര ഇന്ദ്രിയാണ. ആവശ്യത്തിന് മാത്രം ഭക്ഷണം, അമിത ഭക്ഷണം എന്നുള്ളത് ആലസ്യത്തിനുള്ള കാരണം. ഇന്ദ്രിയങ്ങൾ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ ഈ ഭക്ഷണം ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി കഴിച്ചാൽ മതി. വിഷയാൻ മനസാ ഹൃദി. മനസ്സിനുള്ളിൽ ഭക്ഷണത്തിൻ്റെ ഒരു അംശം എപ്പോഴും ഒരു ശകലം ഉണ്ടാവും. ഒരു ചെറിയ ഒരു പാട പോലെ ഇങ്ങനെ വന്നു പോകും. ഏത് ഭക്ഷണം കഴിച്ചോ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിക്കൊണ്ടിരിക്കും. അതിനൊന്നും നിൽക്കേണ്ട. ആവശ്യത്തിന് അത് ചർച്ച ചെയ്യാതെ കഴിക്കണം. അതിന് ഒരുപാടൊന്നും അതിന് വേണ്ടിയിട്ട് അതില്ല.
വിശപ്പിനാണ് ഭക്ഷണം എന്ന് തോന്നണം ഈ കാലത്തിൽ. അങ്ങനെ നിരന്തരം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തായി, ജീവിതത്തിൽ ആ മനസ്സിനുള്ള ഒരു ബോധം കൃത്യമായി നൈർമല്യപ്പെട്ട് വരുന്നതായി കാണാം. നിങ്ങളുടെ ചിന്തകളൊക്കെ വളരെ ഗംഭീരമായി മാറുന്നതായി കാണാം. അങ്ങനെ മെല്ലെ മെല്ലെ ഭഗവാന്റെ ആ ഒരു രൂപത്തെ നല്ലതുപോലെ പ്രാർത്ഥിക്കാം. പീതാംബരം കരവിരാജിത ചക്രശങ്ക കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാ മർത്തദ്വിരേപകലയാപരീതം വനമാലയാ പരാർധ്യഹാരവലയ കിരീടാംഗതനൂപുരം കാഞ്ചീഗുണോല്ലസശ്രോണിം ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയന വിഗ്രഹം. ആ ഗുരുവായൂരപ്പന്റെ ചേതോമയമായ ഒരു രൂപത്തെ നിങ്ങൾ ആരാധിച്ചോളൂ. ശംഖചക്ര കഥാപത്മധാരിയായ ഗുരുവായൂരപ്പനെ നല്ലതുപോലെ ആ ധ്യാനത്തോടുകൂടി ചിന്തിക്കൂ. ധ്യാനം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ രൂപം വരണം. നമ്മളിപ്പോൾ പല ശ്ലോകങ്ങളും ധ്യാനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും 4 വരി പഠിച്ച് ചൊല്ലാലോ ഒച്ചത്തിൽ വെച്ചിട്ടാണ് അല്ല. അത് ചൊല്ലുമ്പോൾ അർത്ഥം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അതിങ്ങനെ ക്രിയേറ്റായിട്ട് വരുന്ന കരവിരാജിത ചക്രശങ്ക കൗമോദകി, അപ്പോഴേക്കും ഇങ്ങനെ കൈ ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന പോലെ വരും. ഇതാണ് മനസ്സ്, ഇതാണ് മനസ്സ്. ഇങ്ങനെയായിരിക്കണം മനസ്സ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ അതിങ്ങനെ വരച്ചു കാണിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് മനസ്സല്ലാന്നുണ്ടോ അപ്പോഴത് കാണിക്കുന്നതാണ്. അപ്പൊ ഇത് നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശംഖചക്ര കഥാപത്മധാരിയായ ഭഗവാനെ എന്തുണ്ടാവണം? ധ്യായേദേവം സമഗ്രാംഗം യാവന്നശ്ചവദേ മനാ. ഇനി എന്തുണ്ടാവണം? ഇനി ആ മനസ്സ് എന്നുള്ളതിനെ നിങ്ങൾ കൽപ്പിച്ച് അവിടെ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ? തസ്മിം ലബ്ധപദം ചിത്തം സർവാവയവ സംസ്ഥിതം വിലക്ഷൈരത്രമുനേ സംയുജ്യാത് അംഗേ ഭഗവതോ മുനി. ഇനി നിങ്ങൾ ആ ഓരോരോ പാദങ്ങളെ പഠിച്ചത് കണ്ടതുപോലെ, മനസ്സിൽ കേട്ടുറപ്പിച്ചതുപോലെ, എത്രയോ ഭക്തവൃന്ദങ്ങൾ കണ്ടതുപോലെ മെല്ലെ മെല്ലെ സഞ്ചിന്തയേൽ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ജനാഢ്യം ഉത്തുംഗരക്തവിലസന്നഘചക്രമാള ജ്യോത്സ്നാവിരാഗതമകൽ ഹൃദയാന്തകാരം യച്ചൗജനിശ്രുത സരിൽ പ്രവരോദകേന തീർത്ഥേന മൂർധ്യന്യധികൃതേന ശിവശിവോഭൂത് ധ്യാതുർമന ശമലശൈലതിസൃഷ്ടവജ്രം ധ്യായേച്ചിരം ഭഗവത ചരണാരവിന്ദം. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ഭഗവാന്റെ സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ബാലാന്വിതം കാരുണ്യാകുല നേത്രമാത്രകസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലകൗസ്തുഭം ത്വദ്രൂപം. ഇതാണ് ത്വദ്രൂപം. ആ ഗുരുവായൂരപ്പന്റെ രൂപത്തെ നല്ലതുപോലെ ആ പാദാദി കേശം വർണ്ണനയാണ് ഭാഗവതത്തിന് കൊടുക്കുക. പട്ടേരിപ്പാട് അത് കേശാദിപാദ വർണ്ണനയെ കൊടുത്തുന്നേയുള്ളൂ. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ആ കൈകൾ കാണുമ്പോഴേക്കും അവിടെ കാണും. കൈകളിലുള്ള വളകൾ, കടകവളകൾ ഇങ്ങനെ മന്ദരപർവ്വതം ആ മന്ദരപർവ്വതത്തെ കടയുന്ന സമയത്ത് അതിലൊക്കെ കൊണ്ടിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയതായ ആ വളകൾ, അതിനൊരു പ്രത്യേക ശോഭയാണ്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു രുദ്രാക്ഷം പോലെ ആയിട്ടുണ്ടാകും നല്ലൊരു തങ്കവള തന്നെ. അതും ഭഗവാൻ അതുപോലെ ഇട്ടിട്ടുണ്ടെന്നാണ്. അത്ര പോലും തൻ്റെ ഉള്ളിൽ ഭഗവാനോട് ആ കഥകളൊക്കെ ഉള്ളിലുണ്ടാവണം. മനസ്സിലായില്ലേ? മനസ്സിൽ കാണുമ്പോഴെങ്ങനെയാണ്? ഭക്തി ഭവതിയെ ദൃഢം. ഇവിടെ എന്ത് സംഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ദൃഢമായ ഭക്തിയാണ്. മറ്റുള്ളവരെ കൽപ്പനകളോ മറ്റുള്ളവർ കേട്ടതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ആര് പറഞ്ഞു തന്നു എന്നുകൂടി നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഇതി സങ്കല്പ്യവർണ്ണയെ, അവിടെ സ്വയമേവ നിങ്ങൾക്ക് സങ്കല്പിച്ച് വർണ്ണിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇവിടെ. ഏത് രൂപത്തിലും നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ ഒരു ഭാവത്തിൽ തന്നെ വേണമെന്നില്ല.
അങ്ങനെ ചിന്തിച്ച് ഓരോന്ന് ചിന്തിക്കുമ്പോൾ ആ ഭഗവാന്റെ ശരീരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭഗവാന്റെ പാദാദികേശം ചിന്തിക്കുമ്പോൾ ആ ഹാസംഹരേ അവനിത അഖില ലോക തീവ്രശോക അശ്രുസാഗര വിശോഷണമത്യുദാരം. ആ മുഖത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് അതിസുന്ദരമായ ആ പുഞ്ചിരി ഇങ്ങനെ വിരിയുന്നത് നിങ്ങൾക്ക് കാണാം. ആ പുഞ്ചിരി നോക്കി ആ ചെഞ്ചുണ്ടിലേക്കൊന്ന് നിങ്ങൾ നോക്കുന്ന ആ ചെഞ്ചുണ്ട് നോക്കിയതേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അവിടെ ബ്രഹ്മാനന്ദം സംഭവിച്ചിരിക്കും. പിന്നെ അവിടെ ഒന്നും സാധിക്കില്ല കാണാൻ വേണ്ടിയിട്ട്. തസ്യാവലോകമധികം കൃപയാദിഘോരതാപത്രയോപശമനായ നിസൃഷ്ടമഷ്ണോ. എവിടുന്ന ഈ ദുഃഖം കൊണ്ട് വന്നിട്ടുള്ളത്? പ്രപന്നമായ അന്ധകാരത്തിൽ ഇരുന്ന ഒരാൾക്ക് പിതാ കുറച്ചു നേരം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും മനസ്സിനെ എവിടെ എത്തിക്കാൻ കൂടി പറഞ്ഞു കൊടുത്തു. ആ ഹൃദയത്തിലായിക്കൊണ്ട് പൊന്നുഗുരുവായൂരപ്പൻ്റെ ആ ചെഞ്ചുണ്ട് കാണുന്നു. ആ ധ്യായേശ്വരം ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. ആ ഭഗവാനെ ആ ഹാസം കണ്ടതോടുകൂടിയിട്ട് അവിടെ ബ്രഹ്മാനന്ദ അനുഭൂതി സംഭവിക്കും എന്ന് ഭാഗവതം അവിടെ ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം പിന്നീട് ആ അഷ്ടാംഗയോഗത്തെ വർണ്ണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എത്ര തരത്തിലാണ് ഭക്തി, എത്ര തരത്തിൽ ഇവിടെ ഭക്തി പറയപ്പെടുന്നുണ്ട്, ഏതൊക്കെ ഭക്തിയാണ് നല്ലത്, അതിൽ ഉത്തമം എന്നുള്ളതുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം പോലെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഭക്തി യോഗോ ബഹുവിധ. ഭക്തി എത്ര വിധത്തിലുണ്ട്? അനവധി തരത്തിൽ ഭക്തി കാണാം ഇവിടെ ഒന്നിനോടൊന്ന് ആത്യന്തികമായിട്ട് ലയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭക്തി തന്നെ അറിയാം. ഒന്ന് മറ്റൊന്നിനോട് ആത്യന്തികമായിട്ട് ലയിക്കാൻ സാധിക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അതെന്തുണ്ടാവും? ഉപ്പ് വെള്ളം ഇല്ലേ? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രം കണക്ക് വെച്ചിട്ട് നമുക്ക് പറയാം ഉപ്പ് തിരിച്ചെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഇല്ലേ? പറയൂ ഇല്ലേ? അങ്ങനെ അതുപോലെ ലയിച്ചാൽ പോരാ. അതാണ് സാധാരണ ഭക്തി പലതരത്തിൽ പറയാം. ഭക്തി ആവാൻ എളുപ്പമാണ്. ഒന്ന് മറ്റൊന്നിനോട് ചേരാൻ സാധിക്കാന്നുള്ള ആ ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. ആ ഒരു പ്രകൃതേ സ്വഭാവമാണ്, അനുസൃത സ്വഭാവമാണ്, സമാനശീലമാണ്. ഇതിവിടെ നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ എല്ലാത്തിനോടും ചേർന്ന് ശീലമുള്ളത് കൊണ്ട് നമുക്ക് മറ്റൊന്നിനോട് ലയിക്കാൻ വിഷമില്ല. പെട്ടെന്ന് ഭക്തി ആർക്കുണ്ടാക്കാൻ പറ്റും? പറയൂ. മനുഷ്യൻ. അതൊക്കെയാണ് ഈ ഭക്തിജ്ഞാന വൈരാഗ്യവും ഭഗവാനും ഇത്ര അടുത്താണ് നമുക്ക് എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഈ ഭഗവാന്റെ ഭക്തി വേറെ എന്നിങ്ങനെ ആലോചിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ഒരൊറ്റൊരു ഭക്തിയുള്ളൂ, മറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. രാജസ താമസ സാത്വിക ഭക്തികൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പരമമായ ഭക്തിയാണ്. അതിന് മാത്രമാണ് ഇവിടെ പ്രാധാന്യം. മറ്റൊക്കെ ഇങ്ങനെ സന്ദർഭവശാൽ പറഞ്ഞു വരും ആചാര്യന്മാരിൽ നിന്നൊക്കെ. ഏറ്റവും ശ്രേഷ്ഠമായ താമസ സാത്വികമായ ഭക്തി, അതിന് നിഷ്കർമ്മ ഭക്തി എന്ന് പേര്. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് കർമ്മ നിർഹാരമുദ്ദിശ്യ പരസ്മിൻ വാതദർപ്പണം യജേഷ്ടവ്യമിതി സാത്വിക മദ്ഗുണശ്രുതി മാത്രേണ മയ സർവഗുഹാശയേ മനോഗതി അവച്ഛിന്നായതാ ഗംഗം വസൗബുധൗ. എൻ്റെ നാമം ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് തന്നെ ആനന്ദം കൊണ്ട് കണ്ണു നിറയാൻ സാധിക്കണം. അങ്ങനെ ആർക്ക് സാധിക്കുന്നുണ്ടോ ആ ഭക്തിയാണ് ഭവതി പരമഭക്തി സാഹി മൃത്യോ വിജേത്രീ. ഭട്ടതിരിപ്പാട് പറയും അവള് വരുന്ന. ആര് വരും? ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അവള് നിങ്ങൾ അന്വേഷിച്ചു വരും. അത്രയും ഏതവളത്? ഭവതിഹി ഭക്തി പരമഭക്തി. എന്താ അവളുടെ പേര്? പരമഭക്തി എന്ന് അവൾക്ക് പേര്. അവള് നിങ്ങളെ വന്ന് പിടിക്കും, ഒരു സംശയവും ഇല്ല. ഭവതി പരമഭക്തി സാഹി മൃത്യോ വിജേത്രി. ഈ പരമഭക്തി വന്നുണ്ട് ഒരു ഭയവും ജീവിതത്തിൽ ഉണ്ടാവും. മരണഭയത്തിൽ നിന്ന് ജയിക്കും എന്നാണ് പറയേണ്ടത്. അല്ലാതെ മരണം ഇല്ലാണ്ടാവലോ മരണത്തെ തോൽപ്പിക്കലൊന്നും ഇവിടെ ഇല്ല. മരണഭയം മാറും.
അങ്ങനെ മരണഭയത്തിൽ നിന്നും നേടാൻ വേണ്ടി ഈ ഭക്തി ഉണ്ടാവണം എന്ന് അവിടെ പറഞ്ഞു. ഇനി ഭക്തി ഇല്ലാത്തവർ അത് ഭസ്മത്തിൽ ഹോമിക്കുന്നത് പോലെ ഒരു കാര്യവുമില്ല. വെറുതെ ഇങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള കുറേ ഭക്തികൾ, രാജസഭക്തി നമ്മൾ കാണും. രാജസഭക്തി കണ്ടിട്ടില്ലേ പലയിടത്തും? ഇപ്പോൾ അതെങ്ങനെയാണ് രാജസഭക്തി? ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയും വേണം, എന്നാൽ പിന്നെ ഭഗവാന് കൊടുത്താലും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ലെവലാണ്. ഇപ്പോൾ പരീക്ഷക്കൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ പറയില്ലേ, ഒരു പാൽപ്പായസം ഇരിക്കട്ടെ, കടലായി കൃഷ്ണൻ കുടിക്കട്ടെ. മൂപ്പർക്ക് ഇവളുടെ പാൽപ്പായസം ഇല്ലാഞ്ഞിട്ട് രാവിലെ ഇവിടെ വെച്ച് രാവിലെ മനസ്സിലായി. അതും കൊടുത്തിട്ടുമില്ല. അതെന്നാ റെസീറ്റ് ആക്കിയാൽ കുഴപ്പമുണ്ടില്ല. അത് ജയിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കൊടുക്കേണ്ടത്? മനസ്സിലായില്ല, ആ കളിയാണ്. അപ്പോൾ ഭക്തി രാജസഭാവമാണ്. ഇനി 4 ആൾ കാണും, സാറേ കുടിമരത്തിന് പേരെഴുതി തൂക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കൊടുക്കാനും ആൾക്കാരുണ്ട്. അങ്ങനെയില്ലേ? അങ്ങനെയുണ്ട്. സംഭാവന കാണാറില്ലേ? ഇപ്പോൾ വന്ന് വിഗ്രഹത്തിന് വരെ സ്പോൺസർമാരായി. ഇന്നാൾ ഇവിടെ പോയെങ്കിൽ പറഞ്ഞ് ശ്രീകോവിലിന് മാത്രമല്ല വിഗ്രഹത്തിന് കൂടി എഴുതി വെക്കണം, ശിവൻ എന്ന് എഴുതി വെക്കണം. ശ്രീകോവിലിന് വേറൊരു അമ്മയുടെ വക സംഭാവനയാണ്. ഇന്ന വീട്ടിൽ ഇന്ന അമ്മയുടെ ഇന്ന മൂത്ത മോള് കാർത്തിയായൻ അമ്മയുടെ പാവന സ്മരണയ്ക്ക് രഘുരാമൻ, ദശരഥൻ, ഇങ്ങനെ ഒരു 8 പേരും ആ ഫ്രണ്ടിലെ ചുമര് മുഴുവൻ എഴുതിയിട്ടുണ്ട്. 1, 2 10 ലക്ഷം കൊടുത്ത ശ്രീകോവിലനെ അവർ കെട്ടിക്കൊടുത്തു. പിന്നെ പേരെഴുതണ്ടേ? പുതിയ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ശിവനെ വരെ കണ്ട് പരിചയമൊന്നുമില്ല. ഇവർക്ക് ഈ റീൽസ് നോക്കിയിട്ട് ഭഗവാന്മാരെ വല്ല പരിചയമുണ്ടോ? ഇനി ഏതെങ്കിലും കാലത്ത് ഈ അമ്പലത്തിലൊക്കെ പോയാൽ ശിവനെ കണ്ടിട്ട് കാർത്തിയാണി അമ്മയെന്ന് പറയേണ്ട വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ശിവനെ കണ്ടാലും കാർത്തിയാണി അമ്മയാണ് ഇതിനകത്ത് നിന്ന് തോന്നും. സ്മരണയാണല്ലോ. അതുവരെ എഴുതി വെക്കണം. കാരണം എന്താ? അത് രാജസഭക്തിയാണ്. പണ്ട് ഒരു നമ്പൂരി ഉണ്ടായി, തമാശ പോലെ അനവധി കഥകളാണ്. ഒരു നമ്പൂരി ശാന്തി ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു അമ്പലമാണ്, വലിയ വരുമാനമൊന്നുമില്ല. ഒരു കമ്മിറ്റിക്കാരനെ പോലെ ഒരാൾ, എല്ലാത്തിനും അയാൾ തന്നെ. കമ്മിറ്റി അയാൾ തന്നെ, റെസീറ്റ് എഴുതൽ അയാൾ തന്നെ, പൂജ അയാൾ കഴിക്കുന്നില്ല എന്നേ, ബാക്കിയൊക്കെ അയാളാണ്. അപ്പോൾ അയാൾ വേണം എല്ലാം കൊണ്ടുതരാൻ. വെള്ളം കഴിഞ്ഞാലും കൊണ്ടുവരാൻ അവലില്ല, എല്ലാം അയാൾ ഓടിക്കൊണ്ടുവരും. ഒരു ദിവസം പറഞ്ഞു, നിന്നോട് 4 ദിവസമായില്ലേ പറഞ്ഞാൽ തടപ്പള്ളിയിൽ ട്യൂബ് പോയി കത്തുന്നില്ല, വിളക്കൊക്കെ വെച്ചിട്ട് പാപം പായസാക്കി. ഈ കമ്മിറ്റിക്കാരനയച്ച പൈസയൊന്നും ഇല്ല കയ്യിൽ. ആരെങ്കിലും ട്യൂബ് സ്പോൺസർ ചോദിച്ചിട്ട് എല്ലായിടത്തും പോയി ചോദിക്കുക, തടപ്പള്ളിയിലേക്ക് ഒരു ട്യൂബ് നിങ്ങളുടെ വക. അപ്പോൾ ഒരാൾ കൊടുത്തപ്പോൾ അയാളുടെ പേരെഴുതണ്ടേ? ഈ ട്യൂബ് ലൈറ്റിൽ എവിടെയാണ് പേരെഴുതുക? ഒന്നും നോക്കില്ല. ട്യൂബിൽ എഴുതണം, കറുത്ത മഷി തന്നെ വേണ്ട, വെള്ള ട്യൂബല്ലേ, അതിലങ്ങ് എഴുതി, നേരെ പിടിച്ചിട്ടങ്ങ് എഴുതി വരിയൊക്കെ വെച്ചു. ട്യൂബ് കൊണ്ടിട്ടു, ലൈറ്റോ സ്വിച്ചൊക്കെ ഇട്ടു, കത്തുന്നുണ്ട്. പക്ഷെ ലൈറ്റ് പുറത്ത് വെളിച്ചില്ല. ഇതൊക്കെ കറുത്ത മഷി കൊണ്ട് എഴുതിയിട്ടുള്ള ഇന്ന ആളുടെ പാവന സ്മരണയ്ക്ക് ട്യൂബ് ലൈറ്റ് തടുപ്പള്ളിക്ക്. അപ്പോഴേക്ക് ട്യൂബ് കഴിഞ്ഞു, 2 ഭാഗത്ത് എഴുതിയിട്ട് ട്യൂബ് കൊടുത്ത്. ഇങ്ങനെ ഇതൊക്കെ രാജസഭക്തിയാണ്. ഇപ്പോൾ വേണ്ടാൻ പറയാൻ കഴിയില്ല. അത്യാവശ്യം ഇപ്പോൾ ലൈറ്റ് കുറച്ചെങ്കിലും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കാം, അത്രയും വിചാരിച്ചു. അതിപ്പോൾ വേണോ വേണ്ടയോ എന്നല്ല, അതൊക്കെ കേൾക്കുമ്പോൾ ലേശം മാറ്റം വരുത്താൻ സാധിക്കാം. ഇനി താമസഭക്തി ഉണ്ട്. താമസഭക്തി ലേശം അപകടമാണ്. താമസഭക്തി എന്ന് പറയുമ്പോൾ മറ്റൊന്നിന് ദോഷം വരണം, അതിന് ഭഗവാനെ കൂട്ടുപിടിക്കുക. അങ്ങനെ ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ടോ? ആരും ചിരിക്കണ്ട. മടൈകാവൊക്കെ അല്ലേ, കടക്കാൻ തന്നെ പറ്റുന്നില്ല. ഇനി ഇവിടെ അത്ര കുഴപ്പമില്ല. ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ മുട്ട ഇറക്കൽ. ആരോ വിചാരിച്ചു മുട്ട ഇറക്കൽ എന്ന് പറഞ്ഞാൽ ഇത് വഴിപാടാക്കിയ എൻ്റെ എതിർ പാർട്ടിയുടെ മുട്ടുകാല് പൊളിയുന്ന, മനസ്സിലായില്ല? അങ്ങനെ ഇന്നാൾ ആരോ പോയിട്ട് ഒരു തരം മുട്ട ഇറക്കലാണ്. യശോദ, തമ്പായി, നാരായൺ, ഇതൊക്കെ തൊഴിലുറപ്പിൽ എന്നോട് ദേഷ്യമില്ല, മനസ്സിലായില്ലേ? എല്ലാവരും പേരിലും മുട്ട ഇറക്കാൻ കൊടുത്തു. ഇവളൊക്കെ മുട്ടുകാല് പോട്ടെ. ഇങ്ങനെ മറ്റുള്ളതിനെ നശിപ്പിക്കാൻ പല ആഭിചാര കർമ്മങ്ങൾ വരെ ഇതൊക്കെ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ വഴിക്ക് നോക്കുന്നവരും ചെയ്യുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള ഭക്തിയാണ് താമസ ഭക്തി. അവരതിനു വേണ്ടിയിട്ട് തന്നെ മെനക്കെടും എന്നുള്ളതാണ്. മറ്റൊന്ന് നശിച്ചു പോകണം, മനസ്സിലായില്ലേ? അത് നശിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്നത് അങ്ങനെയില്ല. ശത്രുതാഭാവം ഇല്ലാണ്ടായി മാറുക, അതിനു വേണ്ടിയിട്ടാണ് ആ പുഷ്പാഞ്ജലി. അങ്ങനെ ഒരു മന്ത്രമാണ് പറയാം, മറ്റല്ലാതെ ശത്രു സംഹാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രം തന്നെ ഇല്ല. ഇതുപോലെ നമ്മളൊക്കെ അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പലതും എഴുതി വിടുകയാണ്. അപ്പോൾ രാജസ താമസ ഭക്തി പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാടുണ്ടോ? നമുക്കത് ആലോചിക്കണ്ട. നമുക്ക് എന്തോ മതി? നിഷ്കാമം നിയത സ്വധർമ്മചരണം. നിങ്ങളൊക്കെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി പിന്നെ എന്തിനാ അധികം കേട്ടോണ്ടിരിക്കണു? ഇനി ഭഗവാനെ ആരാധിച്ചോളാം, മറ്റൊന്നും ഇവിടെ പണിയില്ല. ഇത് തന്നെ അവിടെ വീണ്ടും ഉറപ്പിച്ചു. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കിക്കോളൂ? അഹം സർവേഷു ഭൂതേഷു
ഭൂതാത്മാവസ്ഥിതസ്ഥിരം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞാൻ തന്നെ ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഭക്തി ഇല്ലാത്തവരെന്തായിട്ട് മാറുന്ന, ഭക്തി ഇല്ലാത്തവർ പല പല പ്രാരബ്ധത്തിൻ്റെ വഴിയിൽ എല്ലാവർക്കും ശരീരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ശരീരം കിട്ടിയിട്ടുള്ള ജീവനും ജന്തുക്കൾക്കും ഇവിടെ ധർമ്മമുണ്ട്. എല്ലാത്തിനും ഓരോരോ അർത്ഥമുണ്ട്. പക്ഷെ മോക്ഷം എന്നുള്ളത് മനുഷ്യന് മാത്രമേ സിദ്ധിക്കാവൂ. എല്ലാത്തിനും ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ ഉണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. മനുഷ്യൻ തന്നെ പലതും പലതുമായിട്ട് ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പലതും പലതുമായിട്ട് സമ്പാദിക്കുന്നുണ്ട്, പലതും പലതുമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ അത് പലതും പലതുമാണ്, കൃത്യമായിട്ടല്ലാത്തതുകൊണ്ട് മനുഷ്യന് ഈ മോക്ഷം എന്നുള്ളത് എന്താണ്, ദൂരത്തന്നെയുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ധർമാർത്ഥ കാമ മോക്ഷത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. അതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഭക്തിയോടെ ജീവിക്കുക. ഭക്തി കൊണ്ട് എന്ത് ഗുണമുണ്ടാവും പറഞ്ഞു, കർമ്മവാസനകൾ മാറുന്നത് കൊണ്ടാണ് ഈ ഭഗവത് വിചാരം വന്നതുകൊണ്ട് ഹൃദയത്തിൽ പോലും ഈശ്വരനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? കർമ്മവാസനകളില്ലാണ്ടായി. കർമ്മവാസനകളില്ലാണ്ടായി ഇനി ഇവിടുന്ന് മുതൽ ഈ ഭൗതികതയിലേക്കുള്ള കണക്ഷൻ നമ്മൾ നിർത്താൻ പറ്റി. ഇതൊക്കെയാണ് ഇത്ര നേരവും പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുവഴി നമുക്ക് എന്തുകൂടി കിട്ടി? കണ്ണനെ അകത്തുകൂടി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് നൈഷ്കർമ്മ്യഭാവത്തിൽ അല്ലാത്തവരിവിടെ ജീവിക്കുമ്പോൾ പല പല ആഗ്രഹങ്ങളും, പലതും തോന്നും, പലതും സമ്പാദിക്കും, പലതരത്തിലുള്ള ജീവിതം. ഇങ്ങനെ നാട്ടിലും വീട്ടിലും ആർക്കും ഗുണമില്ലാതെ കുറേ ആൾക്കാരുണ്ട്. അവനവനായി അവനവൻ്റെ കുട്ടികൾ, അവനവൻ്റെ കുടുംബം, അവനവൻ്റെ വീട്. കാലത്ത് ജോലിക്ക് പോകുമ്പോൾ ഗേറ്റ് അടക്കുക, 5 മണിക്ക് വന്ന ഗേറ്റ് തുറക്കുക, അതിനകത്തിരിക്കുക, രാത്രിക്ക് രാവിലെ. ഇതന്നെ ഇങ്ങനെ എത്രയോ വർഷം ജീവിക്കുന്ന ആൾക്കാരില്ലേ? ഒരു ജോലിക്ക് വേണ്ടി ജോലി കഴിഞ്ഞു, പിന്നെ നാട്ടിൽ ഇറങ്ങുമ്പോഴേ കാര്യം പരിചയമില്ല. ഈ നാട്ടിൽ തന്നെയാണ് ജനിച്ചത്, പക്ഷെ ഇപ്പം പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കല്ല. പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാവും. പിന്നെ ഭക്തി ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്കൊരു ആശ്രയം കിട്ടുന്ന. മറ്റു നമ്മളായി കണ്ടുപിടിച്ച ധർമ്മത്തിൽ നമ്മൾക്ക് എവിടെയും സ്റ്റെബിലിറ്റി കിട്ടില്ല. അത് കുറച്ച് കഴിയുമ്പോൾ വീണു പോകും. അതാണ് പല ആളുടെ ജീവിതത്തിലും ഈ റിട്ടയർമെൻ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും വല്ലാത്ത ദുഃഖമാണ്. ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. മൂപ്പര് വിചാരിച്ചത് റിട്ടയർമെൻറ്റ് ലൈഫ് അടിച്ചു പൊളിക്കാമെന്ന്. ഒരു ദിവസം ലീവ് എടുക്കാൻ ഇല്ലാത്ത ആളാണ്. അങ്ങനെ 1.5 ലീവ് കിട്ടുമ്പോഴേക്കും ഇയാൾക്ക് ഒരു പണിയില്ലാണ്ട്. ഭാര്യയ്ക്ക് സാധാരണയുള്ള ജോലിയൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തിരിക്കും. ഇയാൾ 1 ആഴ്ച ഇരുന്നു, 2 ആഴ്ച ഇരുന്നു, റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുകയാണ്. എന്തേ ആസ്വദിക്കണ്ടേ? പത്രം വായിച്ചു, ഉച്ച വരെ 2 വട്ടം വായിച്ചു. ഇനിയിപ്പോൾ അതിലൊരു അക്ഷരമില്ല, ഞാൻ വായിക്കുകയാണ്. പഴയ മാഗസിനൊക്കെ വായിച്ചു. ഇതൊക്കെ ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് കഴിഞ്ഞു. ഇനി ഒന്നും ആ വീട്ടിലൊരക്ഷരം വായിക്കാനില്ല. ഇവരെ അയച്ചു കഴിഞ്ഞാൽ അധികം വായനാശീലമില്ല. വായനശാലയിൽ പോകാൻ ചവിടുന്ന ഒരാളെ ഇവർ പരിചയമില്ല. അടുത്ത വീട്ടിലുണ്ടോ? അതുണ്ടാവണ്ടേ? അതുമില്ല. ഇവനെ ആകെ അറിയാം എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേർ, എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേർ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് വേറെ ജോലിയൊന്നുമില്ല. അപ്പോഴിവനെങ്ങനെ ആലോചിച്ച് TV കണ്ടു, TV ഓഫാക്കും, മുറ്റത്ത് തുറക്കും, വരും. പിന്നെ വെറുതെ വെള്ളമുണ്ടോ? എന്തെങ്കിലും മിണ്ടാൻ അവൾ വന്നിരുന്ന് ഏട്ടാൻ ഏട്ടൻ എന്ത് മിണ്ടാൻ? ഇവന് ഈ 36 വർഷം മിണ്ടാത്ത ഇനി ഇവൻ മിണ്ടാൻ തുടങ്ങുകയാണ്. ഈ 58-ലും ഉണ്ട്. ഒന്നും മിണ്ടാനൊന്നുമില്ല. ഇവന് വെറുതെ ഷും എന്നൊക്കെ ആക്കിയിട്ട് ഇരിക്കുകയാണ്. അവൾ എഴുന്നേറ്റിട്ട് പോയി അതിനകത്തേക്ക്. അത് പറഞ്ഞപ്പോൾ ഇവൻ പറയാണ്, എനിക്കിപ്പോൾ അല്ലെങ്കിൽ ഒരു ഇതില്ല എന്നോട്. നിങ്ങൾക്ക് നാണില്ലല്ലോ മനുഷ്യ, ഈ പ്രായമായിട്ട് ഇപ്പോഴല്ലേ നിങ്ങൾ എന്നെ ആലോചിക്കേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളെ ജോലിയും കാര്യമായിട്ട് നിങ്ങൾ ഏത് കാലത്ത് പോയതാണ്? 17-ാം വയസ്സിൽ ഇവിടെ എന്നെ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ജോലി എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി നരകം. നിങ്ങൾക്കിപ്പോൾ ഇനി ഇതും കൂടി ഇല്ലാത്ത എൻ്റെ കുറവാണ്. ഇയാൾ ഉദ്ദേശം എന്താ അറിയോ? ഇവൾക്കിപ്പോൾ ഒരു സ്നേഹമില്ല. ഈ സാധു എന്താ വിചാരിച്ച്? ഒരു സ്നേഹമില്ല. അവർ മക്കളും അമ്മയൊക്കെ കൂടി പറഞ്ഞ് വൈകിട്ട് വന്ന് വർത്താനം പറഞ്ഞ് ചിരിക്കുകയാണ്. അയാളാകെ ഇല്ലാണ്ടായിപ്പോൾ ഞാൻ അപ്പോഴേക്കും എന്താ ഇവിടെ അനുഭവിക്കുന്നു? ഇവർക്കൊക്കെ കൂടി ജീവിച്ചിട്ടിപ്പോൾ ഇവർക്കൊന്നും എന്നെ നോക്കാനില്ല, സമയമില്ല, എന്നോടൊന്നും മിണ്ടാനുമില്ല, ഇവനൊട്ടും മിണ്ടാനുമില്ല. ഒരു ദിവസം ആകുമ്പോഴേക്കും മോനുണ്ട് തോന്നിയ സമയത്ത് കയറി വരും. എവിടെയാണ് പോയത്? ഞാൻ എനിക്ക് തോന്നിയെടുത്ത് പോകും. ഒന്നും മിണ്ടിയില്ല. പിന്നെ മിണ്ടിയില്ല. അവൻ പോയാൽ പിന്നെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ലേശം നിങ്ങളെ കണ്ടുകൂടാണ്ട് ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങോട്ടാ പറഞ്ഞു. പണ്ടങ്ങനെയല്ല, അച്ഛൻ വരുന്നുണ്ടോ, സ്കൂട്ടറിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് പയ്യൻ അവിടെ തന്നെ നിക്കറിൽ തന്നെ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അവനാണ് 10-ാം ക്ലാസ് വരെ അങ്ങനെയായിരുന്നു. ഇയാളുടെ ജോലിയും തിരക്കൊക്കെ കൂടി അങ്ങ് ആയപ്പോഴൊക്കെ പിള്ളേരുടെ സ്റ്റൈലിലായില്ലേ, അവരൊന്നും ആരും കൂട്ടാക്കില്ല. ഒരു ദിവസം ഇയാളോട് എന്തോ പറഞ്ഞിട്ട് അയാൾ പോകുമെന്ന് വാശി പിടിച്ചു മകൻ.
പോയാൽ നിനക്ക് കാട്ടിത്തരാം, പോടാ അച്ചാന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അതോടെ ഇയാൾ ആകെ ടെൻഷനായി. ഇത് വെറുതെ കഥയൊന്നല്ല, എത്ര ഒന്ന് രണ്ടാമത്തെയൊക്കെ നമുക്ക് തന്നെ അറിയാം, സ്ഥലം പറയുന്നില്ലാണ്. ഒടുക്കം കൂടിയിട്ട് ഇയാളിപ്പോൾ ഒരു പണിയുമില്ല. ഇപ്പോൾ റിട്ടയർഡായി 3 കൊല്ലം കൊണ്ടിപ്പോൾ നാട്ടിൽ ഒരു പണിയും ചെയ്യാനില്ല. അത് മടുത്തു. ലൈഫും അല്ലാത്ത വിഷമാണ്. പൈസ ഇഷ്ടം പോലെയുണ്ട്, സമയമുണ്ട്, ഒന്നും ചെയ്യാനുമില്ല. അപ്പോഴാണ് ഇങ്ങനെ അമ്പലത്തിൽ പോവാം, അങ്ങനെ ഒരു തോന്നലും ഉണ്ട്. അമ്പലത്തിൽ പോവാം. ഇത്ര നാളും കമ്മിറ്റിക്കാർ വരാറുണ്ടായിരുന്നു, അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു, ഒന്നും ഇയാൾ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇയാൾ അമ്പലത്തിൽ പോകാത്തോണം. അമ്പലത്തിൽ പോയി തൊഴാനൊക്കെ തുടങ്ങി. ഞായറാഴ്ച അവിടെ ഇങ്ങനെ പോയിരിക്കും. തൊഴാനൊന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ ഒക്കെ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഒരു ദിവസം കമ്മിറ്റി കൂടുമ്പോൾ ഇയാൾ അവിടെ ഉണ്ട്. അങ്ങനെ പിടിച്ചിട്ട് ഇയാളെ പ്രസിഡന്റും ആക്കി. വെറുതെ ഇരിക്കുക സാറേ, നല്ല റിട്ടയർഡ് അല്ലേ, വെറുതെ ഇരിക്കല്ലേ എന്നാ. അതൊരു 1.5 ടേണിങ് പോയിന്റ് ആയിരുന്നു. 1.5 ടേണിങ് പോയിന്റായി. ഒരു ഉത്സവം നടത്തിയാൾ ഒരു സപ്താഹത്തിനെന്തോ നോട്ടീസ് അടിച്ചതേ ഉള്ളൂ. പക്ഷെ കമ്മിറ്റി തല്ലുകൂടി പിരിഞ്ഞ് ഇയാളെ വീട്ടിലായി. ഇയാളുടെ പേരെന്തോ ദാമോദരൻ എന്നോ മറ്റായിരുന്നു. ഇന്നാളും എന്നോട് ആരോ പറഞ്ഞു, ഇപ്പം അമ്പലം മുക്കി എന്നുള്ളൊരു പേരിൽ അറിയപ്പെടില്ല. എന്താ പേര്? AM കൂടി അതിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. AM ദാമോദരൻ. അമ്പലം മുക്കി ഇത്ര. ഈ സാധു 1 ഉറുപ്പ്യൊന്നും എടുത്തിട്ടില്ല. ഇതിൻ്റെ കുറേ പൈസ ഇതിൽ പോവും ചെയ്തിട്ടുണ്ട്. അവസാനം എന്തായി? ഇനി എങ്ങനെയാണ്? അപ്പോൾ ഭഗവാൻ വിചാരിച്ചതാണ്, ഇതുവരെ നിനക്ക് ഈ അമ്പലവും മതിലും ഇതൊന്നും നിനക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഇനി നീ ഇങ്ങോട്ട് വരണ്ട, നിനക്ക് വേണ്ട പേര് ദോഷം തന്നെ ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ ഭഗവാനും ഒരു കഴിവുണ്ടായില്ല. ഇങ്ങനെ എത്ര പേര് ജീവിതത്തിൽ എന്ത് വേണ്ടു എന്ന് അറിയാണ്ടിരിക്കണു. ഈ 30-40 കൊല്ലം ജീവിക്കുന്ന എത്ര ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നില്ലേ? കാലത്ത് അലാറം വെച്ചു നേരെ പോയി ജോലിക്ക് പോയി, വൈകിട്ട് വീണ്ടും വരിക, നാളെ വീണ്ടും പോവാം, വീണ്ടും വരും. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഈ അവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ഇനി വീട്ടിലിരിക്കാം. ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് കുറേ മനസ്സ് മുരടിച്ചിങ്ങനെ ഇരിക്കുക. വെറുതെ ഇരിക്കാൻ പഠിക്കാൻ തുടങ്ങി. വെറുതെ ഇരിക്കാൻ പഠിക്കാൻ പറ്റും? വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലായിരിക്കും. ഇത്ര നാളും വെറുതെ ഇരിക്കാത്തവന് പറ്റും. അങ്ങനെ വെറുതെ ഇരിക്കാന്ന് വെച്ചിട്ട് ഇയാൾ അമ്പലത്തിൽ നിന്നൊക്കെ വിട്ട് വീട്ടിലേ ഇരിക്കാൻ പറ്റുള്ളൂ, എവിടെയും പോകാൻ പറ്റില്ല. അപ്പോഴാണ് വിചാരിച്ചെന്നാൽ പശുവിനെ വളർത്തിയേക്കാം, വെറുതെ ഇരിക്കണ്ടല്ലോ. പശുവിനെ വളർത്തി. പശുവിൻ്റെ ജോലിയൊക്കെ ഭാര്യ ചെയ്യണം, എന്നാലും ഇയാൾക്ക് പശു ഉണ്ട്, ഒരു ജോലിയായിരുന്നു. പശുവിനിങ്ങനെ നോക്കിയിരിക്കും. ഇപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പശു ഉണ്ടായി നോക്കിയിരിക്കുക. ഭാര്യനെ നോക്കിയതിനുള്ള ഉത്തരം കിട്ടിയില്ലേ? അതാണ് മൂപ്പരുടെ ഉദ്ദേശം. ഇറയത്തിരുന്നിട്ട് തൊഴുത്തിലേക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെ ഒരു 5 ആഴ്ച കഴിഞ്ഞു. എത്ര ദിവസം? 5 ആഴ്ച കഴിഞ്ഞ് പശുവിനെ വാങ്ങിയിട്ട് 1.5 മാസമായി. ഈ വിദ്വാൻ ഇതുവരെ തൊഴുത്തിലേക്ക് പോയിട്ടുമില്ല. ഇയാൾ നോക്കുകയാണ് അതിനിങ്ങനെ, എങ്ങനെയായിട്ട് സംഭവം. ഇയാൾക്കൊരു പേടിയും. അങ്ങനെ ഇയാളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരു ദിവസം ഒരു 12 കാലാകുമ്പോൾ അവള് പറഞ്ഞു, ഞാൻ 3 കാലം കഴിഞ്ഞിട്ട് ഒന്നില്ല, ഇപ്പം വരാം, ആവുന്നേ ഉള്ളൂ. ഇയാളുടെ ഗ്രഹപ്പഴക്കം അറിയില്ല. അന്ന് ഇയാൾക്ക് എന്താ തോന്നി അറിയില്ല. ഈ മെല്ലെ ഇയാളൊരു 12:30 ആകുമ്പോൾ തൊഴുത്തിനടുത്തേക്ക് പോവാം, നട്ടുച്ചയ്ക്ക്. പശു അന്നേരം നോക്കുകയാണ്, ഈ വീട്ടിലെ ആളല്ലേ, ഇവനെന്തിനീ ഉച്ചയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നേ? നേരത്തെ വെച്ചാൽ വല്ല പുല്ല് കൊണ്ടുതരാനോ? ഇത്ര നേരം ദാഹിച്ച് കരഞ്ഞപ്പോൾ ഇവനെ ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക എന്നെ. ദാഹം കൊണ്ട് കരഞ്ഞപ്പോൾ ആ പശു നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു തുള്ളി വെള്ളം തന്നൂറാ, അത് കൊടുക്കാറ്. ഈ 12:30 ആകുമ്പോൾ ഇവൻ ഈ അസമയത്ത് എന്തിനും ഇങ്ങോട്ട് വരുന്നേച്ച് നോക്കും. പശു ഒന്ന് ഒരുങ്ങി നിന്നു, നല്ല ഉഷാറുള്ള പശുവാണ്. ഇയാൾ ഈ നോക്കിയിട്ട് അതിൻ്റെ അടുത്തെത്തിയിട്ട് അതിൻ്റെ കൊമ്പിൻ്റെ അടുത്തേക്ക് എത്തി. പശു നല്ലവണ്ണം പേടിയായി. ഇവൻ തലക്കാവിട്ട് അടിച്ച് കൊല്ലും അറിയില്ലല്ലോ. അടുത്ത നിമിഷം ഇയാൾ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 2 കൊമ്പിൻ്റെ ഇടയിലൂടെ കെഴുത്തം കിട്ടി. പശു അവിടുന്ന് ഇവനെയും കൊണ്ട് ആ പഞ്ചായത്ത് മുഴുവൻ ഓടിയുന്ന. അതൊക്കെ കഴിഞ്ഞിട്ട് ഇയാളിപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. ആൾക്കാർ പോകുമ്പോഴേക്ക് വെറുതെ ഇരിക്കാൻ പറ്റാണ്ട് ഇയാൾ പശുവിനെ വാങ്ങി. അവസാനം എവിടെയുണ്ട്? ആശുപത്രി. നേഴ്സുമാരുടെ സമാധാനത്തിന് ഒരു കട്ടിലടിയിലിട്ടിട്ടുണ്ട്. കട്ടിലിൻ്റെ ആവശ്യമൊന്നുമില്ല, തുണി ഉണങ്ങിയതുപോലെ കയ്യും വലിച്ചു കെട്ടിയിട്ടുണ്ട്, കാലും വലിച്ചു കെട്ടിയിട്ടുണ്ട്. നടു ഇങ്ങനെ തൂങ്ങിയിട്ടാണ് ഊഞ്ഞാല് പോലെ നിലത്ത് മുട്ട. ആൾക്കാർക്കൊരു മോശമല്ല ഇത് കണ്ട, ഇത്രയും ക്രിട്ടിക്കലാണെന്ന് തോന്നുന്നുണ്ടായിട്ട് ഒരു കട്ടിൽ വെറുതെ മുട്ടൊന്നുമില്ല, തൂക്കിയിട്ടിട്ടാണ്. സകല എല്ലും ഒടിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഈ 6 മാസം നോക്കിയിട്ട് വെറുതെ ഇരുന്നിട്ട് ആലോചിച്ചത് എന്തായിരുന്നു അറിയാം? ചോദിച്ചു അവസാനം, എന്ത് വിട്ടിയാണോ താൻ? ഇന്നൊരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ, റിട്ടയർഡായിട്ട് നിനക്ക് ഇത്രയും വിവരമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ വിവരമില്ലാണ്ടോ ആലോചിക്കാണ്ടോ ചെയ്തതെന്നല്ല, ആലോചിക്കാണ്ട് ഇത്ര പൊട്ടത്തരം കളിക്കാൻ പാടുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ആലോചിക്കാണ്ട് ചെയ്തു എന്ന് മാത്രം പറയരുത് സാറേന്ന്, ഞാൻ 6 ആഴ്ച ആലോചിച്ചിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ കൊമ്പിൻ്റെ ഒട്ടയിലൂടെ എൻ്റെ കഴുത്ത് പോകുന്നേ എനിക്ക് സംശയം ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അത് സംശയമൊക്കെ തീർന്നു എന്നാണ്, അല്ലാതെ ഇടണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല.
എനിക്കൊരു സംശയം, അവിടുന്ന് കാണുമ്പോൾ അത് കുറച്ച് വലുതാണോ സംശയം, അത്രയും. ഭാഗവതം പറയണോ ജീവിതം ഇങ്ങനെ നശിക്കാൻ പലതും ഉണ്ടാവും. നമുക്ക് ചെയ്യുന്നതൊക്കെ ഇപ്പം ഈ കാലങ്ങളോളം ഇയാൾ ചെയ്തതൊക്കെ വിഡ്ഢിത്തല്ലേ. ഇങ്ങനെ ഓരോ വിഡ്ഢിത്തങ്ങളാണ് അത്രേ ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയൂ. നമ്മളെല്ലാവരും ഇത് പറയുമ്പോൾ നമ്മൾ കൂട്ടം കൂട്ടി ഇരുന്ന് ചിരിച്ചു. നമ്മുടെ പല പല കഥകൾ കേൾക്കുമ്പോഴും ഇതുപോലെ നമുക്ക് തന്നെ മാറി ഇരുന്ന് ചിരിക്കാം. അതാണ് ഭൗതികതയിലേക്ക്. മെറ്റീരിയൽ ലൈഫ് അത്ര ഇൻട്രസ്റ്റിംഗ്, വളരെ രസകരമായിട്ട് വേണം അതിനെ തീർക്കാൻ. ഇപ്പം ആസ്വദിച്ചില്ലേ, നിങ്ങൾ ചിരിച്ചില്ലേ, ഇത് അബദ്ധം പറ്റിയത് കൊണ്ടാണല്ലേ. അത് അബദ്ധങ്ങളെന്ന് ആദ്യം തിരിച്ചറിയാൻ സാധിക്കും. ഭൗതികതയിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ നടന്നാൽ ഇതുപോലെ ഒരു ദിവസം ഇരുന്ന് ചിരിക്കാനുള്ളതേ ഉണ്ടാവും. നമ്മൾ ആ സമയം അത്രയും ചെലവാക്കുന്നത് എന്താണ്? ചിലപ്പോൾ കരഞ്ഞ് കുഴഞ്ഞിട്ടുണ്ടാവും, പല ദുഃഖങ്ങൾ സഹിച്ചിട്ടുണ്ടാവും, ഉറക്കം നശിച്ചിട്ടുണ്ടാവും. ഭാഗവതം പറയണോ ഇതിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. ഇത് വളരെ സിമ്പിളാണ്. ഭൗതിക ജീവിതത്തിൽ നിങ്ങളൊന്നും ഗൗരവമായിട്ട് കാണേണ്ട. ആത്യന്തികമായി മനസ്സുകൊണ്ട് ഭഗവാനെ ചേർത്തോളൂ, നിങ്ങൾക്ക് ഈ ആപത്തുണ്ടാവില്ല. ഭൗതികതയിലേക്കുള്ള നിങ്ങളുടെ ഓട്ടം അവിടെ കുറയും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രായം ഓടുന്തോറും നമ്മൾ ഓരോരുത്തരും നമ്മളെ ഒറ്റപ്പെടുത്തണോ എന്നൊരു തോന്നൽ നമുക്ക് വരൂത്രേ. മനസ്സിലായില്ലേ? നമുക്ക് സാധിക്കാതെ വരുന്നതാണ്. നമുക്ക് സാധിക്കാതാവുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ പറയാറില്ലേ, കുട്ടികൾക്കൊക്കെ വയ്യായിക വന്നാൽ എന്താ ഷാഠ്യം കൂടുമെന്ന് പറയാറില്ലേ. അതുപോലെ തന്നെ പ്രായം കൊണ്ട് ശരീരം കൊണ്ട് സാധിക്കുന്നില്ല. വളരുന്നു മോഹം തളരുന്നു ദേഹം. ശരീരം തളർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് വീണ്ടും 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 ഏത് നിമിഷം വേണമെങ്കിലും നൈർമല്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ശരീരം തളർച്ചയിൽ വരുമ്പോൾ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടു പിരിയുമോരാ ദുഃഖവേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണാഹരേ. എപ്പോഴും സാധിക്കണം, ഇപ്പോഴും തന്നെ സാധിക്കണമേ. ഈ നിമിഷം മുതൽ ആ ഭഗവത് വിചാരം ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവസാന കാലത്ത് ആർക്കും വേണ്ടാതെ വീടിൻ്റെ ഒരു ഭാഗത്ത് ആരെ പോലെയാവും. ഇപ്പം ഈ പറഞ്ഞ ഗൃഹനാഥനെ പോലെ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ജീവിതം ഹോമിച്ചിട്ടുള്ളത്, ഈ ആയുസ് ഈ ഭൗതികതയ്ക്ക് വേണ്ടി ഓടി തളർന്നിട്ടുള്ളത് നിങ്ങൾ, ഒരാൾക്കും ഇന്ന് വരെ ഭൗതികതയിൽ ഒന്നാം സ്ഥാനം ഒരാൾക്കും ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇന്ന് ഒന്നാമതൊരാളാണെങ്കിൽ നാളെ അവൻ ചിലപ്പോൾ 10ാമത് തന്നെ ആയേക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മത്സര ഓട്ടം നിങ്ങൾ നിർത്തും. ഈ ജീവനും കൊണ്ടുള്ള ഓട്ടം നിർത്തും. ഈ ആയുസ്സിനെ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഭൗതിക ജീവിതത്തിലെ ഈ കളിയിൽ ഏർപ്പെടാതിരിക്കൂ എന്ന് പ്രാർത്ഥിച്ചു. അത് ഇല്ലാത്ത പക്ഷം ജീവിതത്തിൽ പല 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 ക്ലേശങ്ങളും വന്ന് നരകിച്ച് ഈ ജീവൻ വിട്ട് ആ ജീവൻ പല പല ലോകങ്ങളിൽ പോയി നരകലോകങ്ങളിൽ കർമ്മങ്ങളൊക്കെ നമ്മളിവിടെ ഉറപ്പിച്ചില്ലേ. ഭഗവത് ദൈവാധർമ്മേന, ഭഗവാന്റെ ധർമ്മം ആചരിക്കുമ്പോൾ മറ്റുള്ളതൊക്കെ വിധർമ്മങ്ങളാണ്. അതുകൊണ്ട് മറ്റുള്ള എന്ത് ചെയ്താലും കൂടെ പാപം നമ്മൾ അനുഭവിക്കണം. മനസ്സിലായില്ലേ? ഭഗവാനെ ആരാധിക്കലല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ എന്ത് വേണം? പാപം അനുഭവിക്കേണ്ടി വരും. അതിനൊക്കെയുള്ള തക്കതായ ശിക്ഷ നരകലോകങ്ങളിൽ നമ്മൾ അനുഭവിക്കണം. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും എന്തുണ്ടാവും? പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം. വീണ്ടും 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 ഈ സംസാരത്തിൽ വന്ന് പിറക്കേണ്ടി വരും എന്ന് അവിടെ ഉറപ്പിച്ചു. അതിനുശേഷം ഈ ദേവഹൂതിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു, ഒരു ജീവൻ എങ്ങനെയാണ് ഭക്തിയില്ലാതെ വീണ്ടും വീണ്ടും ശരീരങ്ങളിലൂടെ സഞ്ചരിക്കുക. ഭക്തിയില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അത് പല ലോകങ്ങളിൽ പോയി ഒടുക്കം ആ ജീവൻ മേഘങ്ങളിലൂടെ മഴകളിലൂടെയും മറ്റും ഭൂമിയിലേക്ക് പതിക്കുന്ന ജീവൻ്റെ ഒരു അംശം ഇവിടെ ചെടികളിലൂടെ വന്ന് അത് പല ജീവികളും കഴിച്ച് അങ്ങനെ അത് മെല്ലെ മെല്ലെ മനുഷ്യ ശരീരത്തിൽ സസ്യലതാദികളിലൂടെയും മറ്റൊക്കെ ആയിട്ട് ഓരോന്നിൻ്റെ രസങ്ങളിലൂടെ, പശു അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ പാലിലൂടെ വരും എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആ ഗോരസത്തിലൂടെ ആ ജീവൻ ശരീരങ്ങളിൽ പ്രവേശിക്കും. ശരീരങ്ങളിൽ പ്രവേശിച്ച ആ പുരുഷ ചൈതന്യം അതിൻ്റെ നിയോഗം പോലെ തന്നെ പുതിയൊരു സൃഷ്ടിയായി ഒരു ഗർഭപാത്രത്തിലേക്ക് സഞ്ചരിക്കും. അങ്ങനെ ആ സ്ത്രീ ഗർഭപാത്രത്തിലേക്ക് ഈ പുരുഷ ബീജത്തിലൂടെ, പുരുഷ ചൈതന്യത്തിലൂടെ ആ ജീവൻ സഞ്ചരിക്കും എന്ന് പറയാം. അതിനെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കും, അതിനെ വളരെ വളരെ സെക്യൂർഡായിട്ട്.
അങ്ങനെ ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ തന്നെ ഏകദേശം ഒരു ദിവസം രാത്രിയാണ്. നേരത്തോട് നേരം കൂടുമ്പോഴേ ഈ ജീവൻ മെല്ലെ 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 സഞ്ചരിച്ച് അതിന് സ്വയമേവ ചലിക്കാനുള്ള ശേഷി, അത് മെല്ലെ മെല്ലെ സഞ്ചരിച്ച് ഈ ഗർഭപാത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കലലന്തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ഭുതം. അവിടെ എത്തിയിട്ട് ഈ ഗർഭപാത്രത്തിലേക്ക്, സ്ത്രീ ഗർഭപാത്രത്തിൽ കയറിയ അവിടുന്ന് മുതൽ അതിങ്ങനെ ചുറ്റിലും സഞ്ചരിക്കാൻ തുടങ്ങും. ആ ജീവനെയും വഹിച്ചുള്ള ആ ബീജം, പുരുഷ ബീജം സഞ്ചരിച്ച് ആ ഗർഭപാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നിരീക്ഷിച്ച് 5 ദിവസങ്ങളെ കൊണ്ട് മാത്രമേ അതിൻ്റെ ഒരു ഭാഗത്ത് അതവിടെ ചേർന്ന് നിൽക്കും. 5 ദിവസം ഇത് അതിനകത്ത് മുഴുവനും സഞ്ചരിക്കും. ആ സമയത്ത് സ്ത്രീ ശരീരത്തിലെ ആ ഗർഭപാത്രത്തിലെ അണ്ഡവുമായി ഇത് മെല്ലെ മെല്ലെ ചേരാൻ വേണ്ടി തുടങ്ങും. 5ാമത്തെ ദിവസം ഈ അണ്ഡവും ബീജവും കൂടി ഒരു രൂപമാണ് ബുദ്ഭുതം. 10 ദിവസം കഴിഞ്ഞാൽ ഇന്ന് സയൻസിൻ്റെ കണക്കിൽ നമുക്ക് അത് മുതലുള്ള അണ്ഡം എന്നുള്ള രൂപം മുതലേ നമുക്ക് പഠിക്കാൻ തന്നെ ഉള്ളൂ എന്നാണ്. ഇവിടെ ഇപ്പം ഭാഗവത് എന്ത് പറഞ്ഞു, അതിനെയും എത്രയോ മുന്നേ ആ ജീവൻ വന്ന വഴിയാണ്. 10 ദിവസം കൊണ്ടാണ് അത് അണ്ഡമായി മാറുന്നത്. 5 മുതൽ 10 ദിവസം വരെ അത് ഈ പുരുഷ ബീജവും സ്ത്രീ അണ്ഡവും ചേർന്നിട്ട് അതെന്തായിട്ട് മാറും, ഒരു അണ്ഡാകൃതിയിലായിട്ട് ആ ഗർഭപാത്രത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാവും. 11ാം ദിവസം മുതൽ അത് മെല്ലെ മെല്ലെ വളർന്ന് 1 മാസം പൂർത്തിയാവുമ്പോഴേക്കും അതിന് ശിരസ് പോലെ ഒന്നിങ്ങനെ മാറി വരും മുകളിലോട്ട്. 2ാമത്തെ മാസമാകുമ്പോഴേക്കും അതിൻ്റെ ചെവിയുടെ അടുത്ത് ചെറിയൊരു ഇല മുളച്ചതുപോലെ കാണും. ഈ ഭാഗത്തായിട്ട് മെല്ലെ ഒരു സാധനം കൈ പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും, ഒരു കൊമ്പ് പോലെ അതിങ്ങനെ വളരാൻ തുടങ്ങും. 4 മാസം ഈ ശരീരത്തിൽ ഈ അണ്ഡത്തിൽ നിന്ന് ഓരോന്നും വികസിച്ച് വന്ന് 4ാമത്തെ മാസമാകുമ്പോഴേക്കും ഒരു ശരീരം പൂർണ്ണമായിട്ടാവും. 4 മാസം കൊണ്ട് അതിൽ ഹൃദയ ശബ്ദം ഉണ്ടാവും. 4ാം മാസം മുതൽ ഹൃദയ സ്പന്ദനം അതിൽ തുടങ്ങുമ്പോൾ ആ സമയത്തൊക്കെയാണ് ഇന്ന് മെഡിക്കൽ സയൻസ് അപ്രൂവലാക്കുന്നത്. അത് കഴിഞ്ഞാലേ അവർ കൺഫേം ആവുള്ളൂ എന്നൊക്കെ പറയും. കാരണം എന്തേ, അതുവരെയുള്ള വളർച്ച എന്നുള്ളത് തികച്ചും ഭഗവത് അത്ഭുതമായിട്ടുള്ള ഒരു ലീലയാണ്. അവിടുന്ന് മുതലാണ് ഇതിന് വേണ്ടുന്ന എനർജിയൊക്കെ കൊടുക്കാൻ ആ പൊക്കിൾക്കൊടി വഴി 4ാമത്തെ മാസം മുതൽ ഈ അമ്മയ്ക്കുള്ള വിശപ്പും ദാഹമൊക്കെ തുടങ്ങുന്ന. ഇനി വിശപ്പും ദാഹമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായി, 6 മാസം 7 മാസമൊക്കെ ആകുമ്പോഴേക്ക് കടുതീഷ്ണ ലവണോഷ്ണ രൂക്ഷ്മംളാദിവിരുൾഭണൈ പലതും ഈ അമ്മ കഴിക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഇതിനകത്ത് അകൽപസ്വാംഗചേഷ്ടായ ശകുന്ത ഇവ പഞ്ചരേ, ശരീരം കൊണ്ട് അതിങ്ങനെ പടയാൻ തുടങ്ങും. എവിടെയാണ് കെട്ടിയിട്ടുള്ളത്, കടു തീഷ്ണ ലവണ അമ്ലാദിപര് ഉത്ഭണൈഹി. ഉത്ഭണം എന്ന് പറഞ്ഞാൽ കുടലുമാലകളെ കൊണ്ട് കെട്ടിയിട്ടാണ് ആ ശരീരം കാണുന്നത്. അതിനകത്ത് കിടന്നുകൊണ്ട് അതിങ്ങനെ പുളക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അഭിഷേകം പോലെ ഈ അമ്മ കഴിക്കുന്നതെല്ലാം ആ തൊലി പോലും ഉറച്ചു വരാത്തതായ ആ മാംസ കഷ്ണത്തിലേക്ക് ഇങ്ങനെ ഒലിക്കുന്ന, അതിങ്ങനെ കിട്ടുകിട്ട പുറക്കുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് അതും അറിയുന്നില്ല. ഉണ്ടോ, സ്മരൻ ദീർഘമനുച്ഛാസം ശർമ്മക്യം നാമവിന്ദ. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കണു, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന ആ ജന്തു ഇങ്ങനെ കരയൂത്രേ. ഭാഗവത് ഇതിന് ജന്തു എന്നാണ് പറയുക, ജീവനുള്ളതിനൊക്കെ ജന്തു. അങ്ങനെ അതിനകത്തുനിന്ന് അതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 7 മാസം 8 മാസമൊക്കെ ആയിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് വയറ്റിന് അനക്കമൊക്കെ കാണും. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് എന്താ പറയുക, വേഗം ഭർത്താവിനെ വിളിച്ചു, വാട്സപ്പിൽ വിളിച്ചു, മെസ്സേജ് ഇട്ട് കൊടുത്തു, ഏട്ടനെ അന്വേഷിച്ചു, ആരി വരുന്നാണ്, മനസ്സിലായില്ലേ, എന്നെ ചവിട്ടി. നമ്മളിത് പലതും ഇത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് ഓടാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ചാടാൻ പറ്റും. ഇങ്ങനെ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ചേർന്നാൽ പ്രസൂത്യൈ സൂതിമാരുതഃ, അവിടെ നിന്ന് പ്രസവിക്കുകയാണ്. പ്രസൂത്യൈ സൂതിമാരുത, അതിനൊരു പ്രത്യേക മാർഗം ആ സ്ത്രീ ശരീരത്തിൽ വരുന്ന എല്ലാ ശരീരത്തിലെ അംഗങ്ങളിൽ നിന്നും ആ 11 പ്രാണനും അങ്ങ് വിഡ്രോ, മനസ്സിലായില്ലേ? അതാണ് ഈ പ്രസവ സമയം വളരെ ക്രിട്ടിക്കലല്ലേ. എന്താ അതിന് പ്രത്യേക കാരണം, മറ്റെല്ലാ അംഗങ്ങളിലുള്ള പ്രാണൻ ഒരു ഭാഗത്ത് ക്രോഡീകരിക്കണം. ആ പ്രാണന്റെ 1/4 അംശവും പുറത്തേക്ക് തള്ളുക, 1/4 അംശവും പുറത്തേക്ക് തള്ളുക. അത് വിചാരിച്ചതുപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തായി, മരണം
അപ്പോൾ സംഭവിക്കുന്നത്. അതാണ് ഈ പ്രസവിക്കുക എന്നുള്ളത് അത്ര നിസാരപ്പെട്ട ബന്ധമല്ല. അമ്മയും മക്കളുടെയും ബന്ധം ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ അമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു സ്നേഹം കൂടും ഇല്ലേ? അങ്ങനെയാണ് ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് ഒരു സന്താനം ഉണ്ടാവുക. അല്ലാതെ നമ്മളിത് ആലോചിച്ചിട്ടോ പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. ഇത്രയും ഭഗവാൻ അവിടെ ആ ബന്ധങ്ങൾക്ക് കൂടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈശ്വരനില്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് കൊടുക്കാൻ മനസ്സിലാവും. അങ്ങനെ ആ ഗർഭത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ഒരു 9 മാസമൊക്കെ ആകുമ്പോഴേക്കും ആ ഭഗവാന്റെ സ്വരൂപം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതൊക്കെ ഭഗവാൻ ഉണ്ടായിട്ടും ഈശ്വരൻ ഉണ്ടായിട്ടും നാമം ജപിക്കാൻ പറ്റിയിട്ടും നാമം ജപിക്കൂ എന്ന് പറഞ്ഞിട്ടും കൈയടിച്ച് തന്നിട്ടും ഒന്നും ജപിക്കാൻ പറ്റാത്ത ആളൊക്കെ ആയിരിക്കും ഇതില്ലേ. ഇനി ഈ ജന്മത്തിൽ ഞാൻ ഭഗവാനെ ആശ്രയിച്ച് തീരും എന്ന് പറഞ്ഞിട്ടാണ് ആ ഗർഭത്തിൽ നിന്ന് കരയുക. ഭഗവാൻ അത് കേൾക്കുമ്പോൾ ചിരിക്കുക. നീ ഇത് തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിലും പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഭഗവാനെ നമ്മൾ കണ്ടിട്ടില്ല. അവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് കരച്ചൽ തന്നെയാണ്. ഒക്കെ നമ്മുടെ തോന്നലിനനുസരിച്ചിട്ടാണ്. അങ്ങനെ ആ ഗർഭത്തിൽ നിന്നും അനുധ്യായൻ കണ്ടിട്ടുള്ള ആ ഭഗവാനോട് കണ്ടത് സത്യമാണെങ്കിൽ ഈ ജന്മത്തിൽ മുഴുവൻ ഭഗവാനെ ആശ്രയിക്കുമെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മളൊക്കെ അതിൽ പെട്ടവരാണ്. നമ്മളൊക്കെ ആ സത്യം ചെയ്തിട്ടുണ്ട്. കാരണം എന്തേ, ഒരു ഗർഭവാസം വഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പാപം ചെയ്തിട്ടുള്ളവരാണ്. ആ പാപവാസന പോകാൻ ഇപ്പോഴും നമുക്ക് ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലാതെ നമ്മളൊന്നും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടൊന്നും വേറെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കാം, ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കും. നാമം നിരന്തരം ജപിക്കും. ചെറിയ ആ പ്രായത്തിൽ നിങ്ങൾ നാമം ജപിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗർഭത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മാമേ ഭവിഷ്യത് ഉപസാദിത വിഷ്ണുപാദ. ഞാൻ ആ പാദത്തിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദത്തിൽ നിന്നും ഞാൻ മാറില്ല. നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നു? ജനിച്ചിട്ടിപ്പോൾ ഒരു 5 വയസ്സ് വരെയൊക്കെ നാമം ജപിക്കാൻ പറ്റുമോ? പറ്റാറുണ്ടോ? പറയൂ. അതിനൊന്നും സമയമില്ലല്ലോ തിരുമേനി. ഇനി 10ാം ക്ലാസ്സൊക്കെ ഇടയിൽ പറ്റുമോ? സ്കൂളിൽ പോകുമ്പോ പറ്റും. വല്ല എക്സാമിന് പണ്ടുള്ളവരൊക്കെ പറ്റാറ്. ഇന്നിപ്പോ എല്ലാവർക്കും ആ ഒരു പേന പൂജയ്ക്കാണ് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇല്ലേ? അങ്ങനെ ഒരു കളിയില്ലേ പേന പൂജയ്ക്ക്? ആ പരിപാടി മറ്റു അമ്പലങ്ങളിലൊന്നും പോകുന്ന കുറവ് തന്നെയാണ്. കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇനി സമയം വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിന്റെ സമയത്ത് പറ്റുമോ? അതും പറ്റില്ല. പഠിക്കാൻ കയറുന്നതിന് മുന്നേ തന്നെ ജോലി വേണ്ടേ? പിന്നെ ഇവിടെ ഈ ഭഗവാനെ അർച്ചിക്കാനും സ്മരിക്കാനൊന്നും പറ്റില്ല. ഇനി പഠനം കഴിയുമ്പോഴേക്കും എന്തായി? വിവാഹം അന്വേഷിക്കുകയും അവിടെയും ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ? ഇല്ല. ജോലി കിട്ടണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ജോലി കിട്ടുമ്പോഴേക്കും വിവാഹത്തെ അന്വേഷിക്കുക. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇവൻ്റെയും കല്യാണം ആലോചിക്കുമ്പോൾ ഇവൻ്റെ ജോലിയൊക്കെ ബാംഗ്ലൂരിലാണ്. ഇടയ്ക്കിടയ്ക്ക് പല രാജ്യത്തും വിസിറ്റിംഗ് ഉണ്ട്. വലിയ ആളാണ് കമ്പനി, ശമ്പളമൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞൊരു വെയിറ്റിന് ഇരിക്കട്ടെ. നാട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, പെണ്ണാലോചിച്ചോളൂ, ഐശ്വര്യ റോയ്. അത് സിനിമാ നടിയല്ലേ മോനെ? അല്ല, ആ റേഞ്ച് തന്നെ ആയിക്കോട്ടെ. അമ്മയോട് ഇവൻ പറഞ്ഞതാ വന്നിട്ട്. പെണ്ണാലോചിക്കുമ്പോൾ ആ റേഞ്ച് ആയിക്കോട്ടെ പറഞ്ഞു. കുറേണ്ട അത്രയും നല്ലത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു 23 വയസ്സിലൊക്കെ ഈ ജോലിയുണ്ട്. നല്ല പെണ്ണിനെ വേണമെന്ന് ആലോചിച്ചതാണ്. ഇന്നത്തെ കാലം നിങ്ങൾക്കറിയാലോ, ആർക്കും ഇപ്പം എന്ത് കിട്ടാനില്ല. ഇപ്പൊ നമുക്ക് വലിയ സമാധാനമാണ്. പണ്ട് ശാന്തിക്കാർക്കേ കിട്ടാനുള്ളൂ. ഇപ്പൊ ശാന്തിക്കാർക്ക് എല്ലാവർക്കും കിട്ടാണ്ടായി. അതിലൊക്കെ ഒരു തുല്യത വന്നിട്ടുണ്ട്. ഈ കല്യാണം കടന്ന് കിട്ടുക വലിയ പണിയാണ്. പണ്ട് കാലത്ത് ശാന്തിക്കാരൊക്കെ വെളി കിട്ടാനിട്ട് കൊടുക്കാൻ ബാംഗ്ലൂർ ജോലി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ശാന്തി തന്നെയാണ്, മനസ്സിലായില്ലേ? ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. കല്യാണം കിട്ടാതെ ആലോചിക്കുമ്പോൾ കൂടിയുള്ളവർക്കൊക്കെ കല്യാണമായി, കുട്ടികളായി. പിന്നെ വലിയ സന്തോഷമായിരിക്കുമോ? പിന്നെ ഇവനിപ്പോൾ നാട്ടിലും വരാറില്ല. മുടിയൊക്കെ പൊഴിയാൻ തുടങ്ങി, കഷണ്ടി. ഈ രാത്രിയും രാവിലെയും ഇല്ലാതെ കമ്പ്യൂട്ടർ നോക്കിയിരുന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കുഴിയില്ല. വേണമെങ്കിൽ എത്തി നോക്കണം. അതുപോലെയായിരുന്നു. വയസ്സ് 28 ആയുള്ളൂ. ഒന്നിനും കൊള്ളാണ്ടായി. ഇനിയൊരു 20 കൊല്ലം കൂടി ചെയ്താൽ എന്താവുമെന്ന് ഇപ്പം തന്നെ മനസ്സിലായി. കാരണം എന്താ? എല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത് ഇവൻ വന്ന് കിടന്നുറങ്ങുക രാവിലെ. അപ്പം തന്നെ പകുതി പോയില്ലേ? എല്ലാവരും രാത്രി ഉറങ്ങുമ്പോൾ ഇത് മുഖമൊക്കെ കഴുകി കുളിച്ച് പോയിക്കോളും. ഇങ്ങനെ സമ്പാദിച്ച് കുറേ കൂട്ടാന്നല്ലാതെ നാമം ജപിക്കണ്ടോന്നാണ് നമ്മുടെ ചോദ്യം. ഉണ്ടോ? ഇല്ല. അവസാനം ഐശ്വര്യ റോയ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. അവസാനം അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ അടുത്ത് മരിക്കുന്ന തോന്നി, ഇനിയിപ്പോൾ നിനക്ക് കിട്ടിയിട്ട് തീരലുണ്ടാവില്ല.
അവസാനം ഇവൻ തീരുമാനം മാറ്റി. ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, മെല്ലിയ പറഞ്ഞത്, കട്ട് ചെയ്യാനാകുമ്പോൾ പറഞ്ഞു, പെണ്ണായാൽ മതി. എന്താ മോനെ? പെണ്ണായാൽ മതി അമ്മയെ പറഞ്ഞു. ഞാൻ കോംപ്രമൈസ് ചെയ്യാറ്, ഐശ്വര്യ റോയൊന്നും വേണ്ട, ഏതെങ്കിലും ഒന്നിനെ കിട്ടിയാൽ മതി പറഞ്ഞു. അത് അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ഒരു തരണ്ടോ നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ എവിടുന്ന് പോയിട്ട് പെണ്ണാണ് അത്രേ പറയാനും പറ്റുള്ളൂ. അമ്മയും അതുപോലെ കേട്ടു, പറയാ പെണ്ണാണ്, അതുപോലെ ഒന്നിനെ കൊണ്ടു കൊടുത്തു. പണ്ടാഴ്ച കഴിഞ്ഞ് ഇവന് ഈ നാട്ടുകാരെ നോക്കണം. കൂട്ടുകാർക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, അതേ വിഷമം ഉണ്ടായുള്ളൂ. ഇപ്പം ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കാര്യം കൂടി നോക്കേണ്ട പണിയായി. പണ്ടാഴ്ച കഴിഞ്ഞ് ഇവൻ്റെ തുണി അലക്കണ്ട, ഇവളുടെ മുടി വേണം. ഇങ്ങനെ ജോലിയായി കഴിഞ്ഞ് രണ്ടാളും രണ്ട് സമയത്ത് ജോലിയും കൂലിയും ഒക്കെ ആയിട്ട് പോകാൻ തുടങ്ങി. വീടും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ ഇടയിലാണ് ഉരുളി കണത്താൻ അമ്മ വിളിക്കുന്നത്. കുട്ടിയായില്ല, 1.5 കൊല്ലം കളിച്ചുകൊണ്ട് നടക്കാൻ രണ്ടാളും. വേഗം പാവം അവിടെ പോയിട്ട് ഉരുളിയും കണത്തി, 3 ഓട്ടം മറ്റോ കണത്തി. ഇതെന്തിനാണെന്ന് ഇവനും മനസ്സിലായില്ല, അവൾക്കും മനസ്സിലായില്ല. ടെമ്പിളിൽ പോയി എന്ന് പറഞ്ഞിട്ട് അവളും കണത്തി ഉരുളി. കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടിയുണ്ടായി. ഇവൻ ബാംഗ്ലൂർ അതിന് ഉണ്ടായിട്ട് 90 കഴിഞ്ഞിട്ടാണ് പോയത്. 93 അതിനെ ഡേ കെയർ സെൻറ്ററിലും ഉണ്ടാക്കി. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ട്, 40 ദിവസമായതിനൊക്കെ എടുക്കും. അവിടെ ഒന്നിച്ച് പൈസ അടച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ്. ഇങ്ങനെ ഒരർത്ഥവും ഇല്ലാതെ ദാമ്പത്യ ജീവിതം പല രീതിയിൽ എവിടെയും നമ്മളിപ്പോൾ നാമം ജപിക്കുന്ന കണ്ടില്ല, കണ്ടോ? ഇങ്ങനെയല്ലേ ഇന്നിപ്പോൾ സാധാരണ കാണും. ഇതും ഇപ്പോൾ പെൻഷനോ അല്ലെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് നാട്ടിലേക്കോ വീട്ടിലേക്കോ ഒക്കെ വരുന്ന. ഇവനും തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ഇവൾക്ക് അതൊരു ഇതില്ല. ഇങ്ങനെയല്ലേ നമ്മൾ തുടങ്ങിയത്? ഇവൻ്റെ മക്കളൊക്കെ നാളെ പറയും, എന്ത് പറയും? ഓടാ അച്ഛാന്ന് പറയും. കാരണം എന്താ? ഇവൻ 93 അന്നാണ് ഡേ കെയറിൽ കൊണ്ടാക്കിയത്. അവൻ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. അപ്പോൾ ജീവിതം തന്നെ മൊത്തത്തിൽ ഇവിടെ താളം തെറ്റാണ്. ഭാഗവതം പറയണു, ഇത് പണ്ടുള്ളൊരു കഥയല്ലേ നമ്മൾ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇന്നത്തെ നമ്മുടെ കുട്ടികളാണോ തോന്നുന്നില്ലേ? അതെന്താ അതിന് കാരണം? ഇത് പണ്ടുള്ളതും ഇന്നുള്ളതൊക്കെ ഒരേ പാറ്റേണാണ്. മനുഷ്യന് ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പണ്ടത്തെ ജോലികൾ മാറിയിട്ടുണ്ടാവും, ഇന്നത്തെ ജോലികൾ മാറിയിട്ടുണ്ടാവും. ഈ പദ്ധതി തന്നെയാണ് ഇവിടെ. ഗൃഹമേധിതേനും സമാനശീല. ഇങ്ങനെ നമ്മളാവുള്ളൂ. അതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഭഗവത് വിചാരം ഉണ്ടാവണം. ഇത് വേണം. ഭഗവാനെ വിചാരിച്ചാൽ മതി, ഇതൊന്നും ചെയ്യണ്ട പറഞ്ഞില്ല. ഇങ്ങനെയുള്ള അബദ്ധങ്ങളാവില്ല, നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കും. അങ്ങനെ പറഞ്ഞു. അവിടെ ഈ ഭഗവത് വിചാരം ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ജന്മജന്മാന്തരങ്ങൾക്ക് ഇപ്പുറം കിട്ടുന്ന ഈ മനുഷ്യ ജീവിതത്തെ നമുക്ക് എന്താക്കി മാറ്റണം? മർത്യജന്മം കിട്ടിയിടുവാൻ എത്ര ഭാഗ്യം വേണം. മർത്യജന്മം കിട്ടിയിടുവിൽ വ്യർത്ഥമാക്കിയിടുല്ലേ. മനുഷ്യജീവിതം എന്നുള്ളത് അത്ര നിസാരപ്പെട്ടതല്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മനസ്സുകൊണ്ട് നമുക്കിതാ ശ്രേഷ്ഠതയിലേക്ക് വരാൻ വേണ്ടി സാധിക്കും. ഭൗതിക ജീവിതത്തിലേക്കുള്ള ഈ ഒരു ഭ്രമം കുറച്ച് മനസ്സിനെ ശാന്തരാക്കാൻ വേണ്ടി സാധിക്കണം അമ്മേ എന്ന് പറഞ്ഞ് ആ ദേവഹൂതിയെ അനുഗ്രഹിച്ചു. ദേവഹൂതിത ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ആ ഒരു സിദ്ധസേവിതാഹ ആരായിട്ട് മാറി? ഒരു പുണ്യം നേടിയ ഒരു അമ്മയായി, സുഹൃതവതിയായിട്ട് ഹിമാലയ സാനുക്കളിലേക്ക് നടന്നു നീങ്ങി അവിടെ ഇന്നും ഈ ലോകത്തിനെ പവിത്രം ചെയ്യാൻ വേണ്ടി ഒരു നദിയായിട്ട് ഒഴുകിയതാണ് സിദ്ധിത എന്നുള്ളൊരു നദി. സിദ്ധിത എന്നുള്ള നദിയുടെ ഉത്ഭവം ഇപ്പോഴും കാണാം. കുറേശ്ശെ വെള്ളമൊക്കെ ഉണ്ടാവും, ഇപ്പോഴും അത് അവിടെയുണ്ട് ഹിമാലയത്തിൽ. അമ്മയ്ക്ക് ഉപദേശം കൊടുത്ത ഈ കാപിലവാസുദേവൻ ഭാരതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയി ഇന്നും ചിരഞ്ജീവിയായിക്കൊണ്ട് സാഖ്യയോഗത്തെ ഉപദേശിച്ചുകൊണ്ട് ഗുരുനാഥനായി വർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ. ഈ കഥ കേൾക്കുമ്പോൾ ചിരഞ്ജീവിത്വം ആണ് അവിടെ പ്രത്യേകത. ചിരഞ്ജീവിത്വം എന്ന് പറഞ്ഞാൽ ജീവനോടെ ഉണ്ടോ എവിടെയാണെന്നൊന്നും നോക്കണ്ട. ഇത്രയും നേരം നമ്മൾ ഇവരുടെയൊക്കെ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ലേ? ഇത് തന്നെയാണ് ചിരഞ്ജീവിത്വം. ഒരിക്കലും അവരൊന്നും നശിക്കുന്നില്ല എന്നർത്ഥം. അവരെന്താവുന്നില്ല, നശിക്കുന്നില്ല. ആ ചിരഞ്ജീവിത്വം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈശ്വരനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലുള്ള ഫലം. അതാണ് കാപിലയത്തിൽ പറയുക. അങ്ങനെ ഇതമനുഷണോദിയോപിതത്തെ കപിലമുനേർഭതമാത്മയോഗഗുഹ്യം ഭഗവതി കൃതദീ സുവർണകേദാ ഉപലഭതേ ഭഗവൽ പദാരവിന്ദം. ആ ഭഗവാന്റെ പാദാരവിന്ദത്തിലേക്കുള്ള ശ്രദ്ധയുണ്ടാവാൻ, ഭക്തി ഉണ്ടാവാൻ നിങ്ങൾ ഓരോരുത്തരും ഈ ഭഗവാനെ സേവിക്കൂ, ഭഗവത് കഥകളെ കേൾക്കൂ, സാധിക്കൂ എന്ന ഭാവത്തിൽ മാറാതെ ഉറക്കെ നമുക്ക് ഈ ഭഗവത് വിചാരത്തെ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഇന്ന് വൈകിട്ടോടുകൂടി
ഇനി ഈ സ്വയംഭോമനുവിൻ്റെ വംശപരമ്പരകൾ പറയുമ്പോഴും ധ്രുവചരിതത്തെയും ദക്ഷയാഗത്തെയും നമ്മളിതാ 3 മണി മുതലുള്ള സമയത്ത് അനുസ്മരിക്കും. പിന്നീട് അവിടെ നിന്നും പുരഞ്ജനോപാഖ്യാനം തുടങ്ങിയതായ ലീലകളും പൃഥുചരിതം എന്നുള്ള ഗംഭീരമായ ലീലയും പിന്നീട് പഞ്ചമസ്കന്ധത്തിൽ പ്രിയവ്രത ആത്മീന്ദ്രന്മാരുടെ കഥ പറഞ്ഞ് നാഭിയുടെ കഥയും ഋഷഭദേവൻ്റെ അവതാരവും പറഞ്ഞു. പിന്നീട് ഭരതയോഗീശ്വരൻ്റെ ചരിതത്തെ പറയുമ്പോൾ സാക്ഷാൽ കടലായി കണ്ണൻ ഭഗവതിയായിക്കൊണ്ട് ഭക്തനെ അനുഗ്രഹിച്ചതായ കഥ നമുക്കിതാ ഇന്ന് വൈകിട്ടോടുകൂടി കേൾക്കണം. ഉച്ച കഴിയുമ്പോൾ എല്ലാവരും പോകരുത്. 3 മണിയോടുകൂടി 3:15 പ്രഭാഷണം ഉണ്ടാവും. എല്ലാവരും ഇവിടെ ഇരിക്കണം. കടലായി കണ്ണൻ്റെ സപ്താഹം എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. കണ്ണൂരേക്കും വെച്ച് തന്നെ നമ്മൾ ഒരു 10-14 കൊല്ലം മുന്നേ ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട് പാരായണത്തിന്. അപ്പോൾ നിറഞ്ഞ സദസ്സാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രചോദനം. അതറിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും ഉത്സാഹം തന്നെ ഇങ്ങോട്ട് വരാൻ. നിങ്ങളുടെ ഈ സാന്നിധ്യവും ഈ ശ്രദ്ധയാണല്ലോ അതിനൊക്കെ അടിസ്ഥാനം. എല്ലാവർക്കും അത് വേണ്ടതുപോലെ ഉണ്ടാവട്ടെ എന്ന് ഇനിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. പാരായണ സമയത്തൊക്കെ വേദിയിലിരിക്കാൻ ധാരാളം അമ്മമാർ പുസ്തകത്തിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്കും ഇരിക്കാം. ഇങ്ങനെ ഓരോരുത്തരായിട്ട്. കാരണം നമ്മുടെ കണ്ണൂർ ജില്ലയുടെ തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, ഒരു തലസ്ഥാനമാണ്. അതാണ് ചിറക്കൽ എന്നുള്ളത്. അത് പിന്നെ പുരാണങ്ങളിലേക്ക് പോയി പരാമർശിക്കുന്നത് പോലും ഈ ചിറക്കൽ ദേശത്തിന് പ്രത്യേകതയുണ്ട് പറയും. അങ്ങനെ കേരള ചരിത്രത്തിലൊക്കെ എമ്പാടും പരാമർശിക്കുന്നതാണല്ലോ ചിറക്കൽ രാജവംശവും ഈ ക്ഷേത്രവും. പണ്ടത്തെ കാലത്ത് ഈ നാട്ടിൽ അനവധി അമ്പലങ്ങളുടെ ഒരു നാടാണ് ചിറക്കൽ, അല്ലേ നിങ്ങളുടെ നാട്? എങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് വരെ ഇങ്ങോട്ട് അമ്പലത്തിൽ പോകുന്നു പറഞ്ഞിട്ട് വന്നാൽ അതെവിടെയാണ്? ചിറക്കലേക്കാണ്. കടലായി കണ്ണനെ കാണാനാണ് പയ്യന്നൂരിൽ നിന്ന് വരെ എന്താ പറയുക അമ്പലത്തിൽ പോവുക. അമ്പലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത്രയും പ്രസിദ്ധിയുള്ള ഒരു സാന്നിധ്യമുള്ള മൂർത്തിയാണ്. ഇവിടെ വെച്ചിട്ട് നമുക്കിതാ ഭാഗവതത്തെ കേൾക്കുക എന്നുള്ളത് അഹോ ഭാഗ്യം എന്ന ഭാവത്തിൽ ചിന്തിക്കാൻ സാധിക്കണം. യജ്ഞവേദിയിൽ ഭഗവാനെ ഊട്ടുന്ന കീർത്തനം നമുക്കൊക്കെ കൈയടിച്ച് പാടണം. എല്ലാവരും പിറകിലിരിക്കുന്നവർ കൈയടിക്കാതിരിക്കരുത്, നാമം ജപിക്കാതിരിക്കരുത്. ഉറക്കെ ഓരോരുത്തരോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി